ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. യേശുകർത്താവിൻ്റെ ഒരു പേര് അത്ഭുത മന്ത്രി എന്നാണ്. ആ പേരിന്റെ അർത്ഥം നമുക്ക് വേണ്ടി യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശു കർത്താവ് ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രശ്നത്തിന്റെ ദൈർഘ്യമോ പ്രശ്നത്തിന്റെ വലിപ്പമോ അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ പരിഹാര സാധ്യതയുടെ ഏറ്റവും കുറവോ അതൊന്നും കർത്താവിന് അതൊന്നും കർത്താവ് മൈൻഡ് ചെയ്യില്ല. കാരണം കർത്താവിന് എത്ര കഠിനമായ പ്രശ്നവും പരിഹരിക്കാൻ ഒറ്റ നിമിഷം മതി. ഇന്ന് പകൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ആമേൻ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ മീതെ കൈകൾ വെച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ശക്തമായ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ പോലും ആശ്ചര്യപ്പെടുന്ന, നിങ്ങളുടെ ചെവികൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ മേൽ നിന്ന് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലി കാര്യങ്ങളുടെ മേൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ അല്പം കൂടെ ശബ്ദം ഉയർത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ടല്ല പ്രസാദിക്കുന്നത്, പക്ഷേ നമ്മുടെ ശബ്ദം ഉയരുമ്പോൾ നമ്മൾ അല്പം കൂടെ കർത്താവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച്, ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥന അതിനെ മറികടന്ന് പോകാത്തൊരു ദൈവത്തിന്റെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത്. എൻ്റെ കരച്ചിലിനെ കടന്നു പോകാത്ത ഒരേശുവിന്റെ അരികിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ബൈബിൾ പറയുന്ന ഒരു ബെർത്തിലോമായി എന്ന് പറയുന്ന ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ, അവൻ യേശു വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, ഗുരുവിനെ ശല്യപ്പെടുത്തരുത്, മിണ്ടരുത്, ശബ്ദം എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ അത്യുച്ചത്തിൽ ഉറക്കെ അവൻ നിലവിളിച്ചിട്ട് പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അവന്റെ ആ പ്രാർത്ഥനയുടെ മുൻപിൽ അതിശക്തമായ ഒരു അത്ഭുതം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ജന്മനാ ഉണ്ടായിരുന്ന 30-ലോ 40-ലോ അധികം വയസ്സുണ്ടായിരുന്ന അവന്റെ ജീവിതത്തിലേക്ക് അന്നൊരു സൗഖ്യം കടന്നു വന്നു. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിന്റെ സൗഖ്യം നിന്റെ അരികിലുണ്ട്, നിന്റെ സൗഖ്യം നിന്റെ തൊട്ടരികിലുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ വേണ്ടവരെന്ന് പ്രാർത്ഥിച്ച് ശക്തിയേറിയ ഒരു പരിശുദ്ധന്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധന്മാവ് നിറയ്ക്കാൻ എല്ലാവരും ശക്തിമാണെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ കോഴിക്കോടിന് ഈ ഹോളിനകത്തേക്ക്, ഞങ്ങളുടെ നടുവിലേക്ക്, ഞങ്ങളുടെ തൊട്ടരികിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിന്റെ സാന്നിധ്യം കടന്നു വരികയാണ്. യേശുവിന്റെ സാന്നിധ്യം കടന്നു വരികയാണ്. യേശുവിന്റെ ഇമ്മാനുവൽ പ്രസൻസ് ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ, ഞങ്ങളെ കൈവിടില്ലെന്നും ഉപേക്ഷിക്കില്ലെന്നും പറഞ്ഞ, ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ ചേർന്ന് വിളിക്കാമോ? ഹൃദയത്തിന്റെ വാതിൽ തുറന്ന്, ഹൃദയത്തിൻ വാതിൽ തുറ
തുറക്കാം. യേശുവേ ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ നൽകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ, നിങ്ങളെ ഒരു വിസ്മയമാക്കാൻ യേശു വന്നിട്ടുണ്ട്. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ദീർഘമാസങ്ങളായി, ദീർഘവർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില ദുരിതങ്ങൾ ഇന്ന് തീരുകയാണ്, ഇന്ന് അവസാനിക്കുകയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ തൊട്ടരികിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിളിച്ച് യേശുവേ നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗഖ്യമാണെങ്കിൽ പറഞ്ഞേ, എന്റെ രോഗം സൗഖ്യമാക്കാൻ യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട് രോഗം സൗഖ്യമാക്കാൻ. ഓ ഇന്നും ജീവിക്കുന്നു യേശുവേ. അല്പം കൂടെ ശബ്ദം ഉയർത്തി ഒന്ന് പാടാമോ? ഓ യേശു വന്നിട്ടുണ്ട് എൻ രോഗം സൗഖ്യമാക്കാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ, യേശുവേ, ഓ യേശുവേ, ഓ യേശുവേ. പ്രപഞ്ചത്തെ മെനഞ്ഞ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, സകലത്തിന്റെയും അധികാരിയും ഉടമസ്ഥനുമാകുന്ന യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനാണ്, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കാനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവേ, ഞങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുകയാൽ നന്ദി, ഞങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുകയാൽ നന്ദി. ദീർഘനാളുകളായിട്ടുള്ള ചില പ്രതിസന്ധികൾ ഇന്ന് അവസാനിച്ചിരിക്കുകയാൽ നന്ദി. ശ്വാസം മുഴുവനും എടുത്ത്, മുഴുവൻ ശക്തിയും എടുത്ത്, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിന്റെ നാമത്തെ വിളിച്ച് യേശു. ഓ വചനം പറയുന്ന ഒരു സത്യമാണ്, യേശു എന്ന നാമത്തിനകത്ത് സൗഖ്യങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, വിസ്മയങ്ങളുണ്ട്, ദൈവപ്രവർത്തികളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നന്മകളുണ്ട്. ആ നാമം വിളിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഉറക്കെ ഉറക്കെ ശബ്ദത്തിൽ ഓ യേശുവേ.
തടസ്സങ്ങളെ ഭേദിച്ച് ദൈവ സാന്നിധ്യം പ്രവേശിക്കുകയും ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യട്ടെ. തടസ്സങ്ങളോട് മാറിപ്പോകാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അമർച്ചയായി കൽപ്പിക്കുന്നു. പറയുന്നവർക്ക് അന്യഭാഷകൾ സംസാരിക്കാം. ഈ അന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യത്തിന് നടുവിൽ, ദൈവ മഹത്വത്തിന് നടുവിൽ നിങ്ങളുടെ സ്തുതികൾ, ആരാധനകൾ അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വത്തെ, വലിപ്പത്തെ വർദ്ധിപ്പിക്കും. എല്ലാവരും സ്തുതിക്കാൻ ആരംഭിച്ചാലും അന്യഭാഷകൾ സ്തുതിക്കുന്നവർക്ക് അന്യഭാഷകൾ സ്തുതിക്കും. ഹല്ലേലൂയ പറയേണ്ടവർക്ക് ഹല്ലേലൂയകൾ പറഞ്ഞ് ബൈബിൾ പറയുന്നു സ്തുതി ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൊണ്ടുവരുന്നതാണ്. കോഴിക്കോട് ജില്ലയുടെ മുകളിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. ഈ മലബാർ ദേശത്തിന്റെ മുകളിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. സകല ആരാധനയ്ക്ക് മഹത്വത്തിന്റെ മുകളിൽ യേശുവിന്റെ നാമം സ്ഥാപിക്കപ്പെടട്ടെ. ഓ ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന, ആരാധന, ആരാധന യേശുവേ. കൈകൾ രണ്ടും സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിക്കൊണ്ട്, എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ അല്ലെങ്കിൽ നിൽക്കുന്ന എടുത്ത കൈകൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി എൻ്റെ കർത്താവിനോട് പറഞ്ഞ് സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗ
ചേർന്നൊരിക്കൽ കൂടെ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേപ്പോൾ. ചേർന്ന് ഹല്ലേലൂയ, കൈകൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ. ഓഹോ Hallelujah. Oh, hallelujah. Hallelujah.
ഹല്ലേലൂയ. ശബ്ദമുയർത്തി കരങ്ങൾ വീശി ഒരു ഹല്ലേലൂയ പറയാമോ? കോഴിക്കോടിലെ യേശുവിന്റെ മക്കളുടെ ഒരു ഹല്ലേലൂയ കേൾക്കാമോ? ഹല്ലേലൂയ. എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു? സന്തോഷത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ മുഖത്ത് ഒരു ചിരി വരട്ടെ. ഒന്ന് രണ്ടു പേർക്ക് കരം കൊടുത്തിട്ട് പറ, കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണിത്. ഹല്ലേലൂയ. നമ്മൾ ഇതിൽ സന്തോഷിച്ച് ആനന്ദിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് യേശു കർത്താവിന് സകല മാനവും മഹത്വവും നൽകാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്. എല്ലാവരും ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക അറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞു, കുട്ടികളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവൻ. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ അല്പം സ്ഥലം പോരാത്തതുകൊണ്ട് നമ്മളിവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഈ സമയത്ത് മുൻപിലേക്ക് വിളിക്കുകയാണ്, ഇവിടെ മുൻപിൽ വന്നിരിക്കുവാൻ വേണ്ടി. അപ്പോൾ ചില സീറ്റുകൾ പുറത്തുള്ള ആൾക്കാർക്കും ഇനി കയറുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ ലീഡേഴ്സായിട്ടുള്ള കോഴിക്കോട് ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെയും നമ്മുടെ ഇവിടെയുള്ള ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലെ ലീഡേഴ്സായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഒഴിഞ്ഞു കൊടുക്കുവാൻ പ്രത്യേകം. കാരണം നിങ്ങൾ ഇവിടെ നടത്തുന്ന ശുശ്രൂഷകന്മാരാണ്, വീട്ടുകാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഒന്ന് കൊടുക്കാൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അത്ഭുതകരമായി കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ സീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കുള്ള പങ്ക് കർത്താവ് നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചില ദൂതുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ദൂതുകൾ പ്രാപിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ലൈഫ് ഇനി മുതൽ ഇതുപോലെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? ചേർന്നൊരു ഹല്ലേലൂയ. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ കാണിച്ചൊരു ചിത്രം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കാറുണ്ട് അല്ലേ? ബർത്ത്ഡേ കേക്ക് നമ്മൾ മുറിക്കാറുണ്ട്. ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ തന്നെ എസ്പെഷ്യലി ഇവിടെയുള്ള മക്കൾക്കൊക്കെ മനസ്സിലാകും, യൂത്ത്സിനൊക്കെ മനസ്സിലാകും. ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നേക്കും, എനിക്കൊരു കേക്കിൻ്റെ ഒരു പീസ് എനിക്കും വേണം അല്ലേ? നമ്മൾ ആഗ്രഹിക്കില്ലേ, എനിക്ക് കേക്കിൻ്റെ ഒരു പീസ് എനിക്കും വേണം. അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ ദൂരെ നിൽക്കത്തില്ല. ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ തന്നെ പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഓടിപ്പോയി ഒരു പീസ് എടുക്കും. എനിക്കത് വേണം എന്ന രീതിയിൽ. ഹല്ലേലൂയ. അതുപോലത്തെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബൈബിൾ പറയുന്നു, ബലാത്കാരികൾ അല്ലെ, ദൈവരാജ്യം ബലാത്കാരത്താൽ പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. The violent take it by force. അങ്ങനെ ഒരു ആർത്തി വേണം. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹം കിട്ടാതെ നിങ്ങൾ മടങ്ങത്തില്ല. അടുത്ത് നിൽക്കുന്ന ആൾക്ക് അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാതിരിക്കത്തില്ല. അവരെൻ്റെ അനുഗ്രഹം തട്ടിക്കൊണ്ട് പോയെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് തൻ്റെ കൃപയാൽ ഇന്ന് പകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് സ്വീകരിക്കുന്ന വ്യക്തികൾ കരങ്ങൾ ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ കർത്താവിനെ ശക്തിയോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. 1 രാജാക്കന്മാർ എഴുതിയ ആ ഒരു പുസ്തകത്തിൽ ഏലിയാവിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഏലിയാവിന് ക്ഷാമകാലത്ത് സരേഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവ് പോകുന്നു. അവിടെയാണെങ്കിൽ ആ ക്ഷാമകാലത്ത് എങ്ങും ഭക്ഷണമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അല്പ മാവും കുറച്ച് എണ്ണയും മാത്രമുള്ള ഒരു വിധവയുടെ വീട്ടിലേക്കാണ് ഏലിയാവ് ചെല്ലുന്നത്. എന്നാൽ ഏലിയാവിൻ്റെ അഭിഷേകം ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ പറയുന്നു, എത്ര നാൾ ആ ക്ഷാമം ഉണ്ടായിരുന്നു, അത്ര നാൾ ആ മാവ് കഴിഞ്ഞു പോയില്ല, ആ എണ്ണ തീർന്നു പോയില്ല. ആ കുടുംബത്തിന് ഓരോ ദിവസവും കഴിക്കുവാനുള്ള സകല പ്രൊവിഷൻസും സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ വിധവയുടെ അതേ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഏലിയാവിൻ്റെ അതേ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് നന്മകളുടെ കൂമ്പാരങ്ങൾ കർത്താവ് ഇന്ന് അയക്കുകയാണ്. ഈസ് റിലീസിങ്
mighty rivers of blessing. Hallelujah. നിങ്ങൾക്ക് വേണ്ടിയ എണ്ണ, നിങ്ങൾക്ക് വേണ്ടിയ മാവ്, നിങ്ങൾക്ക് എന്താണോ എന്ന് വേണ്ടത്, കടത്തിന്റെ മേൽ നിന്ന് നിങ്ങൾ മോചിക്കുന്ന രീതിയിലുള്ള ഒരു വിടുതലാണോ കർത്താവ് വേണ്ടത്? രോഗത്തിന്റെ സൗഖ്യമാണോ കർത്താവ്? കർത്താവിനോട് നിങ്ങൾ ചോദിക്കുന്നത്, കർത്താവ് പറയാണ്, ഇതാ നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കൾക്ക് അവകാശമായിട്ടുള്ള സകല നന്മകളെയും ഞാൻ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും. ഹല്ലേലൂയ. അതുകൊണ്ട് അല്പനിമിഷങ്ങൾ നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. റെഡിയാണോ? തയ്യാറാണോ? അടുത്തേക്ക് ആളുടെ കരമൊന്ന് കൊടുത്തിട്ട് ചോദിച്ചേ, തയ്യാറാണോ എന്ന് ചോദിച്ചേ. തയ്യാറാണോ എന്ന് ചോദിച്ചേ. അല്പനിമിഷങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഈ മീറ്റിംഗിന്റെ പേരെന്താണ്? കേട്ടില്ല? ഈ മീറ്റിംഗിന്റെ പേരെന്താണ്? ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ. അത്ഭുതങ്ങളുടെ ഒരാഘോഷം. ഹല്ലേലൂയ. ഇന്ന് അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2011 നമ്മൾ ആരംഭിച്ചു. കഴിഞ്ഞ 15 വർഷമായി ഞങ്ങൾ കാണുന്ന ഒരു പ്രതിഭാസം പറഞ്ഞോട്ടെ, അത്ഭുതങ്ങളുടെ ഒരു ആഘോഷമാണ്. ഓരോ തവണയും നമ്മളൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ കൂടുമ്പോൾ, യേശുവിനെ ആരാധിക്കുമ്പോൾ, കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഹല്ലേലൂയ. സഖായോട് യേശു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇന്ന് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സീറ്റാണ് കർത്താവ് നൽകിയിരിക്കുന്നത്, അല്ലേ? യേശുവുമായിട്ട് ഏറ്റവും അടുത്തുള്ള സീറ്റാണ് നിങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഇവിടെയുള്ള യൂത്ത്സ്, ഇവിടെയുള്ള എല്ലാ മുതിർന്ന വ്യക്തികൾക്കും ഓരോരുത്തർക്കും വേണ്ടിയ കാര്യങ്ങൾ കർത്താവ് ഇന്ന് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ സ്ഥാനം നിന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒന്ന് ആദരിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ആ ഒരു അത്ഭുതത്തിൻ്റെ ആ ഒരു ശക്തി ഈ സമയത്ത് സ്വീകരിക്കാം. യേശുവിനെ ഒന്ന് സ്വീകരിക്കാമോ? കണ്ണുകളടച്ച് ആ കരങ്ങൾ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വേറെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. കർത്താവ് ചിലവരുടെ ശൂന്യതയെ കർത്താവ് ഇന്ന് മാറ്റുന്നു. ഹൃദയം ശൂന്യമായ വ്യക്തികൾ, ബാങ്ക് അക്കൗണ്ട് ശൂന്യമായ വ്യക്തികൾ, വീടുകൾ ശൂന്യമായ വ്യക്തികൾ, നിങ്ങളുടെ മക്കൾ വേറൊരു രാജ്യത്തിലായിരിക്കാം, വേറൊരു സ്ഥലത്തായിരിക്കാം, മക്കൾ വീട് വിട്ടു പോയ വ്യക്തികളായിരിക്കാം, വഴക്കിട്ട് പോയ വ്യക്തികളായിരിക്കാം, ശൂന്യത അനുഭവിക്കുന്ന വ്യക്തികൾ കർത്താവ് എന്നെ ഇന്ന് കാണിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ശൂന്യതയെ നിറയ്ക്കുവാൻ സാധിക്കുന്ന യേശുവിൻ്റെ ആ സാന്നിധ്യത്തെ ഒന്ന് സ്വീകരിക്കുക. ഈ സമയത്ത് ശൂന്യതകളെ കർത്താവ് മാറ്റുന്നു. വീണ്ടും കർത്താവ് എന്നെ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന മോശമായ സാഹചര്യം എന്താണോ അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ്, എക്സാക്ട്ലി വിപരീതമായ രീതിയിൽ കർത്താവ് നിങ്ങളുടെ ലൈഫിനെ പെട്ടെന്ന് മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിക്കുന്നത് യോസേഫ്, ബൈബിളിലെ യോസേഫിന്റെ ജീവിതം പോലെ. ഒരു ദിവസം പൊട്ട കിണറ്റിൽ, അടുത്ത ദിവസം ഒരു വേലക്കാരനെ വിറ്റു പോകുന്നു, അതിനുശേഷം കാരാഗൃഹത്തിലായിരിക്കുന്നു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഹല്ലേലൂയ ആ രാജ്യത്തിലെ ഒരു പ്രഥമ സ്ഥാനത്തിലേക്ക് കർത്താവ് യോസേഫിനെ മാറ്റിയതുപോലെ കർത്താവ് ചിലവരെ നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവിന്റെ ഒരു സ്പർശനം വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. ഹല്ലേലൂയ. യാക്കോബിനെ ഇസ്രായേലാക്കിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്ന് ആ ദൈവത്തിന് നന്ദി പറയാമോ? ആ ദൈവത്തിന് നന്ദി പറയാമോ? ജീവിതം മാറ്റുന്ന ദൈവം, ഡെസ്റ്റിനീസ് മാറ്റുന്ന ദൈവം, ഭാവിയെ മാറ്റുന്ന ദൈവം, ആ ദൈവത്തിന് നന്ദി പറയാമോ?
താങ്ക് യു ജീസസ് എന്ന് പറയാമോ? താങ്ക് യു ജീസസ് എന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതങ്ങൾ ഈ സമയത്ത് മാറ്റണമേ. ജീവിതങ്ങളുടെ മേൽ രൂപാന്തരം സംഭവിക്കണമേ കർത്താവേ. അങ്ങനെ ആത്മാവിനെ അയച്ച് ഈ സമയത്ത് കർത്താവെ ചില വ്യക്തികളുടെ ലൈഫിൽ ദിശ പോലും മാറ്റുന്ന രീതിയിലുള്ള വലിയ ബ്രേക്ക് ത്രൂ ഈ സമയത്ത് ജീവിതങ്ങളിലേക്ക് ഈ സമയത്ത് പ്രവേശിക്കട്ടെ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും ചേർന്ന് പാടാമോ? എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യ നടുവ്, ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞു. ചിലരുടെ ജീവിതത്തിൽ കർത്താവ് സകല ശൂന്യതകളെ കർത്താവ് മാറ്റുകയാണ്. ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, കർത്താവെ സകല മാനവും മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ ഇന്ന് നൽകുന്നു. യേശുവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, ഇവിടെ രോഗികളായിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, കാൽവരി ക്രൂശിൽ യേശു ഞങ്ങൾക്ക് യാഗമായതിലൂടെ കർത്താവ് ഇവിടെയുള്ള സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പുറം വേദന അനുഭവിക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവെ അങ്ങയുടെ സൗഖ്യത്തെ ഈ സമയത്ത് അയക്കണമേ. കർത്താവെ, ഷോൾഡർ പെയിൻ ഉള്ള വ്യക്തികളുടെ മേൽ, അസ്ഥികളുടെ മേൽ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ മേൽ ഞങ്ങളിപ്പോൾ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സൗഖ്യത്തെ ഞങ്ങൾ അയക്കുന്നു. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കുറഞ്ഞ വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയ വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, അവരുടെ ഇമ്മ്യൂണിറ്റിയുടെ മേൽ അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കിൻ ഡിസീസുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗവുമായിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്കിൻ ഡിസീസ്, ചൊറിച്ചിൽ, സോറിയാസിസ് തുടങ്ങിയിട്ടുള്ള എക്സീമ പോലത്തെ സ്കിൻ ഡിസീസ് ഉള്ള വ്യക്തികൾ ഒന്ന് കരമുയർത്താമോ? ഒരു നിമിഷം ശരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഉയർത്താമോ? യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ ഞങ്ങളിപ്പോൾ ഒരു വലിയ സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. നാമാന് കർത്താവേ അങ്ങ് പുതിയ ത്വക്ക് കൊടുത്തതുപോലെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില വ്യക്തികളുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ, അവർ ചെറുപ്പത്തിലുള്ളതുപോലെയുള്ള രീതിയിൽ കർത്താവേ സ്കിന്നുകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയറിൽ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ, പല ഭക്ഷണങ്ങളും കഴിക്കുവാൻ സാധിക്കുന്നില്ല, അൾസർ ഉണ്ടായിരിക്കാം, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായിരിക്കാം. എന്നാൽ യേശു കർത്താവ് നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ വേദന യേശു കർത്താവ് മനസ്സിലാകുന്നു. ഈ സമയത്ത് അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ കരം വയറിലൊന്ന് വെക്കാമോ? വയറ്റിൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറീസിൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ, ഈ സമയത്ത് കരങ്ങൾ വയറ്റിലേക്കൊന്ന് വെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ വയറ്റിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങ് സൗഖ്യമാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല അൾസേഴ്സും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ മാറിപ്പോകട്ടെ. ഹെർണിയ ബാധിച്ച് ചില വ്യക്തികളെ ഇവിടെ ഉണ്ടെന്ന് കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഹെർണിയ ബാധിച്ച വ്യക്തികൾ ഈ സമയത്ത് അവരുടെ മേലൊരു സൗഖ്യം ഉണ്ടാകട്ടെ. ആ വേദന മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഇൻഫെക്ഷൻ മാറിപ്പോകട്ടെ. സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ചില വ്യക്തികളുടെ ഫിംഗേഴ്സിൽ, നിങ്ങളുടെ വിരലിൽ ചില ബുദ്ധിമുട്ടുള്ളത് ആർത്രൈറ്റിസ് ആയിരിക്കാം, അതുപോലത്തെ ചില രോഗങ്ങളായിരിക്കാം. നിങ്ങളുടെ കൈ നിങ്ങൾക്ക് നേരെ പിടിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയത്തൊന്ന് കൈ ഉയർത്താമോ? നിങ്ങളുടെ വിരലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം ഒന്ന് കൈ ഉയർത്തുക. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങളിപ്പോൾ അങ്ങയുടെ സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. അങ്ങയുടെ സൗഖ്യത്തെ റിലീസ് ചെയ്തു. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വിരലുകൾ സൗഖ്യമാകട്ടെ. അങ്ങനെയുള്ള വ്യക്തികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. നിങ്ങളുടെ അടുക്കൽ അങ്ങനെയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ മേലൊന്ന് കരം വെച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഇപ്പോൾ കൈ ഉയർത്തിയ വ്യക്തികളുടെ അടുക്കൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് സൗഖ്യത്തെ റിലീസ് ചെയ്യുകയാണ്. കർത്താവ് ഇവിടെയുള്ള അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു കർത്താവ് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഞാൻ വിളിച്ചതും വിളിക്കാത്തതുമായിട്ടുള്ള രോഗവിവരങ്ങൾ ആയിട്ട് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ ഹാളിന്റെ മുൻപിൽ മുതൽ പുറകിൽ വരെയുള്ള വ്യക്തികൾ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്വീകരിക്കുന്ന ചേർന്ന് രാമേൻ പറഞ്ഞാലും, ചേർന്ന് രാമേൻ പറഞ്ഞാലും, വീണ്ടും രാമേൻ പറഞ്ഞാലും, കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? നിങ്ങളുടെ മേൽ കർത്താവ് അതിശക്തമായി അത്ഭുതങ്ങളെ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടിയാലോ? അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ അധികാരമുള്ള നാമമേ,
കരങ്ങൾക്ക് മുകളിൽ അടിച്ചുകൊണ്ട് കർത്താവിന് സകല മഹത്വം നൽകിയാലും കോഴിക്കോട് പട്ടണത്തിന്റെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. കുറച്ചുകൂടി ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. അവസാനമായ ഒരു ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചില രോഗ സൗഖ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് വരുന്ന വ്യക്തികളെ ഒന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് ദയവായി ഇരുന്നാലും മനോജ് എ കെ ബ്രദർ നമ്മളോട് ഈ സമയത്ത് ഈ സാക്ഷ്യത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. യെസ്, എന്താ സംഭവിച്ചത് ബ്രദർ? ഈ ബ്രദറിന്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. വൈഫ് സുനജ. ഇവർ നിലമ്പൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്നാണ് വരുന്നത്. ഇവർ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ആദ്യമായിട്ട് നിലമ്പൂർ ബ്ലെസ്സിംഗ് സെന്ററിലോട്ട് വരുന്നത്. നിലമ്പൂർ ബ്ലെസ്സിംഗ് സെന്ററിനെ കുറിച്ച് അറിഞ്ഞ് അവിടെ വരാനിടയായി. അത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഇവർ കുടുംബത്തിലൊക്കെ പോകുമ്പോൾ ചില വിവാഹത്തിനായാലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോയാലും അവിടെയുള്ള ചില കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ തൻ്റെ ഉള്ളിൽ നിന്ന് പല അശുദ്ധാത്മാക്കൾ ബാധിച്ചതുപോലെ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇവർ പറയുന്നത് 25 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 21 വർഷവും ഇതുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ 4 വർഷത്തിൽ എന്താ സംഭവിച്ചതെന്നാണ് അറിയേണ്ടത്. സഹോദരി പറഞ്ഞത് ഈ അദ്ദേഹം മദ്യപിക്കില്ല, മദ്യപാനം ഇല്ലാത്ത വ്യക്തിയാണ്. ഈ അശുദ്ധാത്മാവ് ഉള്ളിൽ കയറുന്ന സമയത്ത് ഭർത്താവിനോട് മദ്യം ചോദിക്കും. സിസ്റ്റർ ചോദിക്കും എനിക്ക് മദ്യം വേണം, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും. അപ്പൊ സഹോദരൻ പറയും നല്ല പച്ചവെള്ളമുണ്ട്, ശുദ്ധമായ വെള്ളമുണ്ട്, അത് തരാന്ന് പറയും. കാരണം ഇദ്ദേഹം കുടിക്കത്തില്ലല്ലോ. അങ്ങനെ നിലമ്പൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പയ്യെ പയ്യെ ഇവരുടെ ഉള്ളിൽ നിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകാൻ തുടങ്ങി. ഇപ്പോ ഏകദേശം 1 വർഷമായിട്ട് ഒരു ചർച്ചിൽ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ 1 വർഷത്തിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ്. തൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയാലും കുഴപ്പമില്ല, ഇവരുടെ വീട്ടിൽ ഫംഗ്ഷനുകൾക്കൊക്കെ പോയാലും ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഇവർ നിൽക്കുന്നത്. ദൈവം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ജൂലൈ മാസത്തിൽ വന്നു. ഓഗസ്റ്റ് 15-ാം തീയതി തന്നെ അവർ സ്നാനപ്പെട്ട് ക്രിസ്തുവിലായി. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കാനുള്ളത്, 25 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടെ പറയുന്നത് രോഗികൾക്ക് സൗഖ്യം തരുവാനും അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കുവാനും അപ്പോൾ തന്നെ ഭൂതം ബാധിച്ച ചില വ്യക്തികളെ ഫ്രീ ആക്കുവാനും ആണ് യേശു കർത്താവ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ വീട്ടുകളിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ദുരാത്മാക്കളുണ്ട്, ഡിമോണിക് ഓപ്പറേഷനുണ്ട്, പൈശാചിക ശക്തികളുടെ ശല്യം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നു, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് കരം ഉയർത്താമോ? നിങ്ങൾക്കും കൂടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ വീടുകളിലേക്ക് യേശുവിന്റെ വെളിച്ചമടിക്കട്ടെ. വെളിച്ചമടിക്കുമ്പോൾ അന്ധകാര ശക്തികൾ വീടുകളിൽ നിന്ന് ഒഴിയട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇവരിലേക്ക് കരങ്ങൾ നീട്ടി കർത്താവ് ഇവർക്ക് വിടുതൽ നൽകി ഇനി മക്കളെ നൽകുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചേർന്നൊരു ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. ഞങ്ങൾ 25 വർഷം കഴിഞ്ഞ ചില ഫാമിലീസിലും കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേയിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ദീർഘവർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില കുടുംബങ്ങളെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. കരങ്ങൾ നീട്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ നൽകിയ വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ വലിയ വിടുതൽ അങ്ങ് തന്നിരിക്കുന്ന ഈ വിടുതൽ, ഈ അനുഗ്രഹം നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന്റെ ലൈഫിൽ കർത്താവെ അത് നിലനിൽക്കട്ടെ. കർത്താവെ, ഈ കുടുംബത്തെ ഒരു അത്ഭുതമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് അങ്ങ് സ്വന്തമായ മക്കളെ നൽകണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സന്തോഷ വാർത്ത കർത്താവെ ഞങ്ങൾ കേൾക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങളടിച്ച് കർത്താവിന് സകല മഹത്വം നൽകിയാലും. താങ്ക് യു, താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
യെസ്, ഈ സിസ്റ്റേഴ്സിന്റെ ലൈഫിൽ സംഭവിച്ചത് എന്താണ്? Praise the Lord. ആന്റി ശാന്ത ആന്റി, Okay. മകൾ സജന. സജന, okay. സജന ഇവര് എവിടെ നിന്ന് വരുന്നു? അവർ കണ്ണൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്നാണ് വരുന്നത്. Okay. ഇവരുടെ സാക്ഷ്യം എന്നുള്ളത് 2025 ആന്റിക്ക് ഒരു പനി വന്നു. പനി വന്നു, അതിനുശേഷം തുടർച്ചയായിട്ട് ഛർദി എല്ലാം വന്നു. ഒത്തിരി ചികിത്സകൾ നടത്തി, മരുന്നുകൾ ഒത്തിരി കഴിച്ചു. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത് പല കാര്യങ്ങൾ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് പെട്ടെന്നൊരു ഓപ്പറേഷൻ നടത്തണം, തൻ്റെ പിത്താശയത്തിൽ കല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി വളരെയധികം ബുദ്ധിമുട്ടി, കാരണം പെട്ടെന്ന് ഒരു 80,000 രൂപയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ ചിലവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധികം വിഷമത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, കണ്ണൂർ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, അവിടെയുള്ള സഹോദരന്മാരൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചു. ആൻറ്റി പറയുന്നത് തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് പറയണം, ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, പിത്താശയത്തിൽ കല്ലില്ല. ഇതിനിടയ്ക്ക് ഒരു അത്ഭുതം നടന്നതാണ് ആൻറ്റി പറയുന്നത്. ഈ പ്രാർത്ഥന മുഖേന ഈ കല്ല് മാറിപ്പോയി, ഓപ്പറേഷൻ വേണ്ട, 80,000 രൂപ ചെലവായില്ലെന്നാണ്. ഇപ്പോൾ പറയുന്നത് ആദ്യത്തെ റിപ്പോർട്ടും രണ്ടാമത്തെ റിപ്പോർട്ടിന് ഇടയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ഹല്ലേലൂയ. ഇവിടെയുള്ള വ്യക്തികൾ, നിങ്ങൾ ചിലപ്പോൾ ചില റിപ്പോർട്ടുകൾ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പ്രവചിച്ച് പറയട്ടെ, അടുത്ത റിപ്പോർട്ട് വാങ്ങുന്നതിനുള്ളിൽ ആ റിപ്പോർട്ടിൽ ഒരു മാറ്റം നിങ്ങൾ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതേ തുടർന്ന് തന്നെ ഈ 80,000 രൂപയുടെ ഒരു പ്രശ്നം വന്നു. എന്നാൽ സഹോദരിക്ക്, മകൾക്ക് സജനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു 15 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ ഹൗസിംഗ് ലോണൊക്കെ ആയിട്ട് 15 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. സഹോദരി പറയുന്നത് ഇതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു, കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു, എങ്ങനെ ഇത് കടം വീട്ടും. സിസ്റ്റർ പറയുന്നത് ഏകദേശം അത്ര തന്നെ തൻ്റെ സ്വർണം ബാങ്കിൽ ഇരിപ്പുണ്ടായിരുന്നു. അത്ഭുതം ചെയ്ത് ഇവർക്കൊരു അത്ഭുതം ഉണ്ടായത്, ഈ ഒരു വർഷം കഴിഞ്ഞ ഈ 2025-26 സ്വർണത്തിന് വില കുതിച്ചു കയറി. സിസ്റ്റർ പറയുന്നത് ഈ 15 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ അടച്ചു തീർക്കുവാൻ സാധിച്ചു. ഈ 15 ലക്ഷം രൂപയുടെ സ്വർണം അതേപോലെ ബാങ്കിൽ ഇരിപ്പുണ്ട്. അതുപോലൊരു അത്ഭുതം സംഭവിച്ചെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതകരമായ സാമ്പത്തിക ഒരു വിടുതൽ കർത്താവ് ഈ കുടുംബത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഓരോ അത്ഭുതങ്ങളും അത് പകർച്ചവ്യാധി പോലെയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞെന്താണ്? ഓരോ അത്ഭുതങ്ങളും പകർച്ചവ്യാധി പോലെയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ പറയുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അതുപോലെയോ അതിനേക്കാളും വലിയ വലിപ്പത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവരിലേക്ക് നിങ്ങൾ കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവരിലേക്കും കരം നീട്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാമ്പത്തികമായ വിടുതൽ കർത്താവ് നൽകാൻ പോവുകയാണ്. സൗഖ്യങ്ങളെ കർത്താവ് അയക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ മാറിപ്പോകട്ടെ. ഹൗസിംഗ് ലോൺ യേശുവിന്റെ നാമത്തിൽ, എഡ്യൂക്കേഷണൽ ലോൺ, കാർ ലോൺ തുടങ്ങിയുള്ള പല ലോൺസും യേശുവിന്റെ നാമത്തിൽ അത് കംപ്ലീറ്റ്ലി വീട്ടുവാൻ വേണ്ടിയുള്ള അത്ഭുതങ്ങൾ കർത്താവെ, അതിന്റെ അനോയിന്റിങ്ങിനെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നു. കർത്താവെ, വരുമാന മാർഗങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളടിച്ച് കർത്താവിന് വീണ്ടും. യെസ്, നമുക്ക് ഒരു സാക്ഷ്യം കൂടിയുണ്ട് അല്ലേ? യെസ്, ബേസിൽ ബ്രദറിന്റെ സാക്ഷ്യമാണ്. യെസ്, നമ്മുടെ മാനന്തവാടി ചർച്ചിന്റെ ഒരു പ്രധാന ശുശ്രൂഷകനാണ് താൻ. അതെ. തന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതത്തിന്റെ ഒരു വലിയൊരു നീണ്ട നിരയുമായിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. തന്റെ 14-ാമത്തെ വയസ്സിൽ തന്റെ പിതാവ് തനിക്ക് നഷ്ടമായി. തന്റെ പിതാവിന്റെ മരണം ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അതിന്റെ പിറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുശേഷം താൻ ജോലിക്ക് ഇറങ്ങി. 14-ാമത്തെ വയസ്സിൽ അപ്പം നഷ്ടമായ ശേഷം 17-ാമത്തെ വയസ്സിൽ താൻ ജോലിക്കായിട്ട് ഇറങ്ങി. ജോലിക്ക് ഇറങ്ങി പതിയെ മദ്യപാനത്തിലേക്കും ചീത്ത കൂട്ടുകെട്ടിലേക്കും താൻ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ ആ സംഭവം അറിയുന്നത്. തൻ്റെ പിതാവിൻ്റെ മരണത്തിൽ ചില വ്യക്തികൾക്ക് ചില പങ്കുകളുണ്ട്. ഇത് താൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് അവരോട് തീരാത്ത പകയായി. താൻ പറയുന്നത് ഇങ്ങനെയാണ്, അവരെ നശിപ്പിക്കാൻ വേണ്ടി താൻ പല കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിൽ നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസിലേക്ക് താൻ കടന്നു വരാൻ ഇടയായത്. ഏത് വർഷമാണ്? 2000 വർഷം ഓർമ്മയില്ല. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാദറിനെ ഇങ്ങനെ വേറെ വ്യക്തികൾ കൊന്നതാന്ന് അറിഞ്ഞ ആ സമയത്താണ് എനിക്ക് ഉള്ളിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചെയ്ത വ്യക്തികളെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാനിങ്ങും ചെയ്ത സമയത്താണ് ഞാൻ ആ കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ കുറച്ച് വ്യക്തികളെ സെറ്റ് ചെയ്ത്, ഞാൻ തൃശ്ശൂർ ചാലക്കുടി ജോലി ചെയ്തത്. അപ്പോൾ അവർ വരാനിരുന്ന ഒരാഴ്ച മുമ്പാണ് നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് സുൽത്താൻ ബത്തേരി വെച്ച് നടക്കുന്നത്. അപ്പോൾ ഞാൻ
അവർ വരാൻ 2 ദിവസം ഇരിക്കുന്ന ആ സമയത്താണ് ഞാൻ ഗുഡ് ഫ്രൈഡേ സർവീസിന് പോകാൻ വേണ്ടി ആ ഗുഡ് ഫ്രൈഡേ സർവീസിന് പോയി. അപ്പോൾ എനിക്ക് വേറെ പകയുടെ ചിന്തകളോ വേറെ ചിന്തകളോ എല്ലാം മാറിപ്പോയി ആ സമയത്ത്. ആ മീറ്റിംഗ് പങ്കെടുത്ത ശേഷം തനിക്ക് അവരോടുള്ള ദേഷ്യം പോയി എന്നാ പറയുന്നത്. തൻ്റെ പിതാവിനെ കൊന്നവരോടുള്ള ദേഷ്യം തനിക്ക് പോയി. മാത്രമല്ല അതിനുശേഷം താൻ നമ്മുടെ യൂത്ത് ക്യാമ്പിലേക്ക് പങ്കെടുത്തു. ആ യൂത്ത് ക്യാമ്പിലേക്ക് വന്നപ്പോൾ താൻ പറയുകയാണ് അത് വളരെ തൻ്റെ ജീവിതത്തെ മുഴുവനായി തന്നെ അത് മാറ്റിമറിക്കാനിടയായി ആ യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്ത നിമിത്തം. ഹല്ലേലൂയ. ചിലവരെ കൊല്ലാനുള്ള ദേഷ്യം പോലും കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിലായിരുന്നപ്പോൾ അതുപോലും കർത്താവ് പൂർണ്ണമായി എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം അനേക വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന മദ്യപാനം, നമ്മളൊക്കെ ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കുക, പക്ഷെ എനിക്ക് ദാഹം വരുമ്പോൾ മദ്യത്തിനോടായിരുന്നു ദാഹം. അതുപോലെയായിരുന്നു, അഡിക്റ്റ് ആയിരുന്നു. പിന്നെ 3 പാക്കറ്റ് സിഗരറ്റോളം ഞാൻ കുറഞ്ഞത് ഒരു ദിവസം വലിക്കുമായിരുന്നു. മദ്യം കുടിക്കും, സിഗരറ്റ് വലിക്കും. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പുറത്തു വന്നതിന് ശേഷം അങ്ങനെ ഒരു മൈൻഡ്, നമുക്ക് ആ ലഹരിയോടുള്ള ഒരു മൈൻഡ്, മദ്യപാനം സിഗരറ്റിന് അങ്ങനെ ലഹരിയോടുള്ള ഒരു മൈൻഡേ ഇല്ല, ഒക്കെ പൂർണ്ണമായി ആ ക്യാമ്പിലൂടെ ദൈവം എടുത്തു മാറ്റി. അതിനുശേഷം ശുശ്രൂഷയിൽ കയറി വളർന്നു വരാൻ. അതിനുശേഷം താൻ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം തനിക്ക് 5 വർഷം താൻ കുറച്ച് മുമ്പേ തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. 5 വർഷം തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. താൻ ഒത്തിരി ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്തെങ്കിലും അത് പലതവണയായി മിസ്കാരേജ് ആയിട്ട് അത് തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടമായി. അങ്ങനെ പ്രാർത്ഥനയിൽ തനിക്ക് കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺപൈതലിനെ ദൈവം നൽകി. കാര്യങ്ങളടിച്ച് കർത്താവ് നന്ദി പറയും. കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2017 കഴിഞ്ഞത്. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷേ ഞാൻ നേരം മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത് കാസർഗോഡ് ബ്ലെസ്സിങ് സെൻ്ററിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത്, ഞാനിത് കൊച്ചിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും പ്രാർത്ഥന വിഷയങ്ങളും, ഞങ്ങൾക്കേ കുഞ്ഞുങ്ങളില്ല, പക്ഷേ ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് സഹോദരികൾ കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന വിഷയങ്ങളാണ് ഞാൻ അധികം പ്രാർത്ഥിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചത് മൂലം കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദൈവം മഹാ അത്ഭുതങ്ങൾ, കുഞ്ഞില്ലാത്ത സ്ഥാനത്ത് കുഞ്ഞുങ്ങളുണ്ടാവും. 2 മാസം 2.5 മാസം ആകുമ്പോൾ മിസ്കാരേജായി പോകും, വളർച്ച കുറവ്, അങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോയി 5-ാമത്തെ വയസ്സിൽ 5 വർഷം കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായ ഒരു പൈതലിനെ കർത്താവ് തരാനിടയുണ്ടായി. ഒരു വീടും കർത്താവ് കൊടുത്തു. താൻ പറയുന്ന മഴ പെയ്താൽ തനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ചോർന്നലിക്കുന്ന ഒരു വീടായിരുന്നു. എനിക്ക് പറയണം എന്ന് വെച്ചാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ്, എന്താ പറയുക, പ്രളയമൊക്കെ വന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡും, ഷൈജുബദൻ ഇവിടെയുള്ള ദൈവദാസന്മാർക്കൊക്കെ അറിയാം, എൻ്റെ വീടാകെ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റൈലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അനേക വർഷങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എല്ലാവർക്കും വീടുണ്ട്, ബന്ധുക്കൾക്ക് വീടുണ്ട്, സഹോദരിമാർക്കൊക്കെ വീടുണ്ട്, എനിക്ക് മാത്രം വീടില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ഒരു പൈസ പോലും, കുറച്ച് പൈസ മാത്രം അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഷൈജു ബദർ പറഞ്ഞത് വിശ്വാസിലങ്ങ് ഇറങ്ങാൻ പറഞ്ഞു. വിശ്വാസിലങ്ങ് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാട്ടർ ടാങ്ക് മാത്രം വാങ്ങി വെച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ജനുവരി മാസം എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി. സ്റ്റോപ്പില്ലാത്ത രീതിയിൽ 5 മാസം കൊണ്ട് ഒരു അടിപൊളി ഒരു വീട്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മനോഹരമായ ഒരു നല്ല ഓമനത്വമുള്ള ഒരു അടിപൊളി വീട്, ഒരു 990 സ്ക്വയർ ഫീറ്റ്, 1000 തികഞ്ഞില്ല, ഞാൻ തികച്ചില്ല, അത്ര രീതിയിൽ മനോഹരമായ ഒരു ഭവനം കർത്താവ് തന്നു. എത്ര പറഞ്ഞാലും എനിക്ക് കർത്താവിനോട് നന്ദി പറഞ്ഞതില്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, ആവശ്യങ്ങൾ വരുമ്പോൾ, നമുക്ക് മുമ്പാകെ ആവശ്യങ്ങൾ വരുമ്പോൾ ആവശ്യത്തിൻ്റെ പുറകെ പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മഹാ അത്ഭുതങ്ങളും വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. ആമേൻ. ഇതാണ് ശരിക്കും ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. ഹല്ലേലൂയ. ജീവിതം തന്നെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലായി മാറി. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വേണമെങ്കിൽ ഈ സമയത്തൊന്ന് കരം ഉയർത്തുക, ബേസിൽ ബ്രദറും കരം നീട്ടുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ സ്വന്തമായ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കർത്താവെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പകർച്ചവ്യാധി പോലെ കർത്താവെ വീടുകളുടെ ഒരു ഇമ്പാർട്ടേഷൻ സംഭവിക്കട്ടെ. കർത്താവെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കുഞ്ഞുങ്ങളെ കൊടുക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആന്തരികമായ ചില സൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണപ്പാ. കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എന്നോട് ചേർത്തൊന്ന് പ്രാർത്ഥിച്ച, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ, അതൊന്ന് തിരിച്ചറിയാൻ, അത് മനസ്സിലാക്കി എനിക്ക് വേണ്ടതെല്ലാം പിടിച്ചെടുക്കാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ഹൃദയത്തെയും ഞാനിപ്പോൾ തുറക്കുന്നു. ആമേൻ. ദയവായി അതത് സ്ഥലങ്ങളിൽ ഇരിക്കാമോ? പ്രൈസ് ഗോഡ്. ഇന്ന് ഈ ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാവരോടുമുള്ള
പ്രത്യേകമായിട്ടുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ പറയുന്ന സെൻറ്റൻസാണ്, കർത്താവ് കൂടെ ഉണ്ടെന്ന്. ഞാൻ ഈ ഒരു കോഴിക്കോട് മീറ്റിങ്ങിന് വേണ്ടി ഇരുന്ന് ദൈവത്തോട് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നമേ ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് മെസ്സേജ് പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ സമയം മുതൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെയുള്ള ആളുകളോട് കർത്താവ് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ സമയത്ത് കർത്താവ് എനിക്ക് തന്ന ഒരു വചനമായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം എന്ന് പറയുന്നത്. അവിടെ ആൻഡ് അഗെയിൻ ഹി എൻറ്റേർഡ് കൈപ്പനിയം ആഫ്റ്റർ സം ടൈംസ് ആൻഡ് ഇറ്റ് വാസ് ഹേർഡ് ദാറ്റ് ഹി വാസ് ഇൻ ദ ഹൗസ്. അവിടെ എഴുതിയിരിക്കുന്ന വചനം, അതിനുശേഷം അവൻ കഫർനഹൂമിലേക്ക് ചെന്നു, അവിടെ അവൻ ആ വീട്ടിലുണ്ടെന്ന് എല്ലായിടത്തും ശ്രുതിയുണ്ടായി. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, യേശു ആ വീട്ടിലായിരിക്കുന്നു എന്ന് എല്ലായിടത്തും ഒരു കേൾവിയുണ്ടായി. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്, യേശു വീട്ടിലുണ്ടെന്ന് എല്ലാവരും കേൾക്കാനിടയായി തീർന്നു. ഇനി ഒന്നുകൂടെ പറയുക, യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന പോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും അറിയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ ഒരു ശ്രുതി എല്ലാവരും കേൾക്കാൻ പോകുകയാണ്. യേശു നിങ്ങളുടെ വീട്ടിനകത്ത് ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് കാണുവാൻ പ്രകടമായ തലത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒന്നുകൂടെ കൈകൾ ഉയർത്തിയിട്ട് പറ, യേശു എൻ്റെ വീട്ടിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഇത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ കർത്താവ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കാം. അവരോട് ഞാൻ പറയുകയാണ്, അതിൻ്റെ ഉത്തരമാണ് യേശു നിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 2 പേർക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറഞ്ഞ, യേശു നിന്റെ വീട്ടിലുണ്ടെന്ന് പറ. യേശു നിന്റെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ. നിന്റെ വീട് എന്ന് പറയുമ്പോൾ ഇതിന് 2 അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന്, ഞാനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കുന്ന, ആത്മിക മനുഷ്യനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ യേശു ഇന്ന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവേ, ഈ സിസ്റ്റർ എന്തൊക്കെയാ പറഞ്ഞ, 10 വർഷമായിട്ട് ഞാൻ യേശുവിനെ അറിഞ്ഞതാ. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ യേശുവിനെ ടാറ്റ പറഞ്ഞ് തള്ളി പുറത്തോട്ടാക്കിയിട്ട് വാതിലൊക്കെ കുറ്റിയിട്ട ചില സമയങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? പക്ഷെ ഈ ശനിയാഴ്ച കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. അതുകൂടാതെ ലിറ്ററലി നിങ്ങളും നിങ്ങളുടെ ഭർത്താവും, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും, നിങ്ങളും നിങ്ങളുടെ മക്കളും, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ഒരുമിച്ച് താമസിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഇതാ യേശു കർത്താവ് ഇന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. യേശു വന്നാൽ നടത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട്, ആ മാറ്റങ്ങളൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ, ഈ ഏപ്രിൽ മാസത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ആ മാറ്റങ്ങൾ ഭവനങ്ങൾക്കകത്ത് കർത്താവ് മാറ്റങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു വന്നിരിക്കുന്ന ശ്രുതിയാണ്. അതിന് മുന്നമേ, അത്രയും നാളുകൾക്ക് മുന്നമേ അവിടെ പഴയ നിയമത്തിലൊക്കെ അവർ കേട്ട് പരിചയിച്ചിട്ടുള്ളത് ഒരു 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 പ്രവാചകൻ വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ. അതിന് മുന്നമേ അവർ കേട്ടിട്ടുള്ളത് ഒരു റബ്ബി വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. കൂടി വന്നാൽ ഒരു പുരോഹിതൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത. ഇത്രയും വാർത്ത മാത്രമേ അതുവരെയും അവരുടെ ചെവിയിൽ ആത്മീക ലോകത്ത് നിന്ന് കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇത് വലിയതായിട്ട് ശ്രുതി പരന്നിരിക്കുന്നത് ഒരു പ്രവാചകന്റെ പേരിലല്ല, ഒരു പുരോഹിതന്റെ പേരിലല്ല, ഒരു സാധാരണ പേര്, രക്ഷകൻ എന്നർത്ഥമുള്ള യേശു, ആ പേരിൽ ഒരുവൻ വന്നിരിക്കുന്ന അറിഞ്ഞിരിക്കുന്നു.
ഹല്ലേലൂയ. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ ആളുകൾ, നമ്മുടെ വീട്ടിൽ മുഖ്യമന്ത്രി ഒന്ന് വന്നാൽ, നമ്മുടെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് വന്നാൽ, നമ്മുടെ വീട്ടിൽ ഒരു സിനിമാ നടൻ വന്നാൽ, നമ്മുടെ വീട്ടിൽ ഒരു സിനിമാ നടി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആരെങ്കിലും വന്നാൽ നമ്മൾ വേഗം സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമായിരിക്കും. എന്നാൽ അങ്ങനെ വലിയ പേര് ആ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ഒരു പേരിലുള്ള ഒരുവൻ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ മൊത്തത്തിൽ ആ നാട്ടിലൊരു ശ്രുതി ഉണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, അടുത്ത വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കൊന്നും വലിയ വില തോന്നാത്ത ഒരു ആളായിരിക്കാം യേശു കർത്താവ്. പക്ഷെ നിന്റെ വീട്ടിൽ യേശു കയറി കഴിഞ്ഞാൽ ആർക്കും വില തോന്നി കാണത്തില്ല. പക്ഷെ നിന്റെ വീട്ടിൽ യേശു കയറിയാൽ അതിന്റെ ശ്രുതി പുറത്തു വരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ഇത് ഒരു മന്ത്രി വരുന്നത് പോലെയല്ല, ഒരു മനുഷ്യന് വരുന്ന പോലെയല്ല. യേശു നിന്റെ വീട്ടിൽ വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പറ. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പറ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശു ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ എല്ലാറ്റിനും മാറ്റമുണ്ടായി. എല്ലാ കാര്യങ്ങളും മാറാൻ തുടങ്ങി. എല്ലാ സാധാരണ കാര്യങ്ങളും അസാധാരണമായിട്ട് മാറാൻ തുടങ്ങി. നമ്മുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാര്യങ്ങളെല്ലാം തന്നെ അസാധാരണ കാര്യങ്ങളാക്കി മാറ്റി തീർക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഞാൻ പറയുകയായിരുന്നു, നമ്മുടെ എറണാകുളത്ത് ഒരു ഫാമിലി ഉണ്ട്. അവർ ഫുഡ് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയും ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണക്ഷൻസ് എല്ലാം ആ തലത്തിലുള്ള ഉയർന്ന ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അവരുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള സൊസൈറ്റിയിൽ ഉയർന്നു നിൽക്കുന്ന ചില സഹോദരിമാർ എല്ലാവരുടെ ഒത്തുചേരുന്ന ചില സന്ദർഭങ്ങൾ അവരുടെ വീട്ടിലുണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെ ഭാര്യമാരൊക്കെയാണ്. അവരുടെ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ അവർ ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള കാര്യം, അവർ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല, ആ ഭക്ഷണം ഏത് പാത്രത്തിലാണ് വെക്കേണ്ടത്, ഈ കളറിലിരിക്കുന്ന ഭക്ഷണം ഏത് കളറിലെ പാത്രത്തിൽ വെക്കണം എന്ന് കരുതിയിട്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് അവർ വിരുന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ആ പാത്രങ്ങൾ മേടിക്കും. അപ്പൊ അതിനു മുമ്പാണ് ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണെന്നുള്ള മെനു പ്രിപ്പയർ ചെയ്യുന്നത്. ആ പാത്രങ്ങൾ വരെ മേടിച്ച് അതിനകത്ത് സെറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. നമ്മൾ എന്നും എടുത്തു വെക്കുന്ന ഒരു പാത്രത്തിലും എന്തെങ്കിലും എടുത്തു വെക്കുന്നവർക്ക്. അപ്പൊ കേരളത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന, അതായത് ഒരു ഗസ്റ്റ് വളരെ വിലപ്പെട്ട ആളുകൾ വരുമ്പോൾ കഴിക്കാൻ കൊടുക്കുന്ന പാത്രം പോലും മാറ്റുന്ന ആളുകൾ. മനസ്സിലാകുന്നുണ്ടോ? കാരണം അവരുടെ വീടിൻ്റെ അന്ന് വരെ കൊടുത്തോണ്ടിരിക്കുന്ന പാത്രം പോലും മാറ്റുകയാണ്. ഫർണിച്ചറുകൾ ചിലപ്പോൾ മാറ്റിയെന്നിരിക്കും, ചിലപ്പോൾ കർട്ടനുകൾ മാറ്റിയെന്നിരിക്കും, ചിലപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കളർ കോമ്പിനേഷനുകൾ മാറ്റിയെന്നിരിക്കും, ചെടിച്ചട്ടികൾ എടുത്ത് മാറ്റിയെന്നിരിക്കും. പല രീതിയിലുള്ള ഒരുക്കങ്ങൾ ഒരു വീട്ടിൽ പ്രധാനപ്പെട്ട ഒരാൾ വരുമ്പോൾ സംഭവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ. അവരുടെ വീട്ടിലൊക്കെ പല സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, അത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവർ നടപ്പാക്കും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, യേശു വരുമ്പോൾ ഇതുപോലെ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? ചോദിച്ചേ. ഹല്ലേലൂയ. വില കൊടുത്താൽ വരുന്നത് മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, അതിനൊക്കെ മുകളിൽ രാജാവാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു മാറ്റം കൊടുക്കാൻ തയ്യാറായാൽ ഞാൻ പറയും, നിങ്ങൾ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, സാധാരണ കാര്യങ്ങൾ മാറ്റാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എത്ര പേർ ചേർന്ന് ഉറക്കൊരു ഹല്ലേലൂയ പറയും? ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. സോ യേശു വന്നു കഴിഞ്ഞാൽ അതൊരു സാധാരണ വീടായിരിക്കില്ല, അതൊരു അത്ഭുതത്തിൻ്റെ മന്ദിരമായിരിക്കും. നിന്റെ ജീവിതത്തിൽ യേശു വന്നാൽ അത് അത്ഭുതത്തിൻ്റെ ഒരു മന്ദിരമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ യേശു വന്നാൽ അതൊരു അത്ഭുതത്തിൻ്റെ ഇടമായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ചില വീടുകളുടെ പ്രത്യേകത, അവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നല്ല ഫർണിച്ചർ ഉണ്ടായിരിക്കും, നല്ല എന്താ പറയുക സോഫ സെറ്റി ഉണ്ടായിരിക്കും, നല്ല തരത്തിലുള്ള നല്ല ഹോം അപ്ലയൻസസ് ഉണ്ടായിരിക്കും, നല്ല സന്തോഷമുണ്ടായിരിക്കും, നല്ല വലിയ കാര്യങ്ങളൊക്കെ അവിടെ പറയാനുണ്ടായിരിക്കും. പക്ഷേ ആത്മീകമായിട്ട് അവർ ഒരു പക്ഷെ ശൂന്യമായിരിക്കും. ഹല്ലേലൂയ.
അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, ശൂന്യമായതിനെ നിറയ്ക്കുന്നവൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ ഹോള് മൊത്തം നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ആത്മാവിൽ അത് തന്നെയാണ് പറയാനുള്ളത്. ദൈവത്തിൻ്റെ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളുടെ ഭവനം ഇതുപോലെ നിറയ്ക്കപ്പെട്ടൊരു സ്ഥിതി കർത്താവ് ചെയ്യുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ ഭൗതികമായ കാര്യം നിറയ്ക്കുന്നതിന് മുന്നമേ അവൻ ആത്മീക കാര്യം നിറയ്ക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ, ഭൗതിക കാര്യം നിറയ്ക്കുന്നതിന് മുന്നമേ അവൻ ആത്മീകമായ കാര്യം കൊണ്ട് നിറയ്ക്കും. ആത്മീകമായ കാര്യം കൊണ്ട് നിറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പുറകെ വന്നോളും. അതല്ലേ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത്. എന്താണ്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം സകലതും കിട്ടും. ഹല്ലേലൂയ. ആത്മീകമായ കാര്യത്തിന്റെ ഒരു നിറവ് വന്നു കഴിഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ പുറകെ വന്നോളും. അത് പുറകെ വന്നോളും. അതിൻ്റെ പുറകെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇന്നൊരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു, കർത്താവേ എൻ്റെ ഈ കാര്യത്തിന് യേശുവേ എനിക്കൊരു മറുപടി തരണേ യേശുവേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം ആത്മീകമായ ചില കാര്യങ്ങൾ കൊണ്ട് അവിടെ കാര്യങ്ങളെ തിരുത്താൻ പോകുകയാണ്. അവിടെ നിന്നുകൊണ്ടായിരിക്കും വിടുതൽ നടക്കാൻ പോകുന്നത്. ആദ്യം അവൻ്റെ സാന്നിധ്യം കൊണ്ട് അവൻ നിറയ്ക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ മോശെ ദൈവ മുൻപാകെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തോട് മോശെ പറഞ്ഞു, ദൈവമേ ഞങ്ങൾ മുൻപേ പോകത്തില്ല, ഞങ്ങൾ മുൻപേ പോകുന്ന രീതിയാണെങ്കിൽ ഇതുവരെ നടന്നതുപോലെ തന്നെ നടക്കത്തുള്ളൂ, എന്നാൽ ഒരു അസാധാരണമായ ഒരു കാര്യം നടക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാറുകയാണ്, ഈ ജനവും മാറുകയാണ്. നീ ഞങ്ങളുടെ മുൻപാകെ പോയാൽ മാത്രമേ ഞങ്ങൾ പുറപ്പെടുകയുള്ളൂ. നീ ഞങ്ങളുടെ മുന്നാകെ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ നടക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ യേശു വരണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന് ആ വീട്ടിലേക്ക് കയറുവാൻ വാതിൽ പടിയിൽ നിന്ന് മാറി നിൽക്കുക. ഇതുവരെ നിങ്ങളായിരിക്കാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, ഇതുവരെ നിങ്ങളായിരിക്കാം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്, ഇതുവരെ നിങ്ങളുടെ ഇഷ്ടങ്ങളായിരിക്കാം നടപ്പാക്കിക്കൊണ്ടിരുന്നത്, ഇതുവരെ നിങ്ങളുടെ ധാർഷ്ട്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം, ഇതുവരെ നിങ്ങളുടെ അനുഭവത്തിന്റെ പരിചയത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം, ഇതുവരെ നിങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ചിരുന്ന വഴിയിൽ, പാരമ്പര്യങ്ങളിൽ, നമ്മൾ പഠിച്ചു വെച്ച പൈതൃകങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തി കാണാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനെയൊക്കെ ഒരു സൈഡിലേക്ക് വകമാറ്റി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാര്യം കാണുവാൻ യേശുവിന് മുന്നാകെ വഴിയൊരുക്കുമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പാരമ്പര്യങ്ങൾക്കപ്പുറം, നമ്മുടെ പൈതൃകങ്ങൾക്കപ്പുറം, നാം പഠിച്ചു വെച്ച സിദ്ധാന്തങ്ങൾക്കപ്പുറം ദൈവം നേരിട്ട് വന്ന് ചില കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ ചെയ്യും. എത്ര പേർ ചേർന്നുറക്കൊരു ആമേൻ പറയും? ഈ പഠിച്ച പാഠത്തിൽ നിന്നുകൊണ്ടുള്ള അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചാൽ, സൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാവോ? പഠിച്ച പാഠങ്ങളിൽ നിന്നുള്ള അത്ഭുതം നമ്മളൊന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും നടക്കത്തില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കാര്യമായിട്ടൊന്നും നടക്കത്തില്ല. കാരണം നമ്മൾ കർത്താവിനൊരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരിക്കുക. ഈ കുപ്പിയുടെ ഹൈറ്റ് അനുസരിച്ച് മാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതായാൽ മതി, ഇതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതി. എന്നാൽ ആ കുപ്പിക്കകത്ത് നിന്ന്, നമ്മുടെ മണ്ടൻ പെട്ടിക്കകത്ത് നിന്ന്, നമ്മുടെ സിദ്ധാന്തങ്ങൾക്കകത്ത് നിന്ന്, നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച ചില പ്രത്യേക എന്താ പറയുക വലയത്തിനകത്ത് നിന്ന് കർത്താവിനൊന്ന് പുറത്ത് കടത്തിക്കുവാൻ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ തീരുമാനിച്ചാൽ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കർത്താവ് നിന്റെ ഭവനത്തിനകത്ത് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവിന്റെ സാന്നിധ്യം വേണമെന്ന് മോശ തീരുമാനിച്ചു. ഇന്ന് നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ജീവിതമാകുന്ന ഈ ആലയത്തിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം വേണം എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? കൈകളൊന്ന് ഉയർത്തി, കണ്ണുകൾ അടച്ച് ഇങ്ങനൊരു പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ സാന്നിധ്യം ഇന്ന് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഈ സാന്നിധ്യത്തിൽ ഞാൻ പോകാൻ തീരുമാനിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഓ ജീസസ് ലോർഡ്. ഈ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ
ഹൃദയങ്ങൾ തകർക്കപ്പെടും. ആരാധന സ്വയമേ ഉളവായി വരുവാൻ തുടങ്ങും. ഓ ജീസസ് ലോർഡ്. ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനകത്ത്, വലയത്തിനകത്ത്, ഘടനയ്ക്കകത്ത്, കർത്താവിനെ പെട്ടിക്കകത്ത് കർത്താവിനെ വെക്കുന്ന നിലവാരത്തിൽ നിന്ന്, കുപ്പിക്കകത്തിരിക്കുന്ന ഭൂതം എന്ന് പറയുന്ന പോലെ ആ നിലവാരത്തിൽ കർത്താവിനെ ആരെങ്കിലും ഒതുക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനെ വാതിലടച്ച് പുറത്ത് നിർത്തി ഇപ്പോഴും ഞാനിതാ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞ് ആ മുട്ടിന്റെ ശബ്ദം കേട്ട് അകത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളൊരു വചനമല്ലത്. സത്യത്തിൽ യേശു കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടിയത് വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്. അതൊരു സഭയുടെ വാതിലായിരുന്നു, ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ വാതിലല്ലായിരുന്നു സത്യത്തിൽ. ഓ ജീസസ് ലോർഡ്. ഇന്ന് ആ ഹൃദയം ഒന്ന് തുറക്കാമെങ്കിൽ, ആ സാന്നിധ്യത്തിന് വേണ്ടി മോശ പ്രാർത്ഥിച്ചില്ലേ? നീ എൻ്റെ കൂടെ വരാതെ. കൈയൊന്ന് ഉയർത്തി ഇങ്ങനെ കൈയൊന്ന് കൊടുത്തേ കർത്താവിന്. ഹല്ലേലൂയ. ഇനി കർത്താവ് കൊണ്ടുപോകുന്ന വഴികളിലൂടെ പോകാൻ നമ്മൾ ചിലപ്പോഴൊക്കെ, ചില കുട്ടികൾക്കൊക്കെ ഇത് മനസ്സിലാകും. രണ്ടുപേര് നയിക്കുന്നതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ അടുത്ത ആൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ കൈയുടെ ഇത്രയും മാത്രമേ കാണുന്നുള്ളൂ. കൊണ്ടുപോകുന്ന ആളെയും കാണാറില്ല, ബാക്കിൽ നടന്നു പോകുന്ന ആളെയും കാണാറില്ല ആ വീഡിയോയിൽ. പകരം ആ കൈയും, രണ്ട് കൈയും, അത് പോകുന്ന സ്ഥലങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണാറുള്ളൂ. ഇതുപോലെ അദൃശ്യനായ കർത്താവിൻ്റെ കൈകൾ ദൃശ്യമായ നിങ്ങളുടെ കൈകളിലേക്ക് കയറി പിടിക്കുകയാണ്. നിങ്ങളുടെ കൈകൾ ഇവിടെ കയറി പിടിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഞാനല്ല കർത്താവേ, നീയാണ്. ഒരുപക്ഷെ വിശ്വാസത്തിൽ വർഷങ്ങളായി നിൽക്കുന്നവരാണെങ്കിൽ പോലും ഈ പ്രാർത്ഥന, കർത്താവേ നീ എന്നെ നയിക്കണമേ, നീ എന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണമേ. കൈ ഇതുപോലെ തന്നെ കൊടുക്കാമോ? കൈ ഇതുപോലെ കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നമില്ലേ, അതിനുള്ളിൽ കർത്താവ് ഇതുപോലെ പിടിച്ചുകൊണ്ട് പോകുന്നു കണ്ടേ. കർത്താവ് മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ, അല്ലെങ്കിൽ കല്യാണത്തിന് മണവാളൻ മണവാട്ടിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോവുക. ഒന്ന് കാണാമോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ പ്രശ്നത്തിനകത്ത്, നിങ്ങളുടെ തലമുറകളുടെ പ്രശ്നത്തിനകത്ത് നിങ്ങളിപ്പോൾ എന്താണ് പ്രാർത്ഥനാ വിഷയവുമായിട്ട് ഇവിടെ ആയിരിക്കുന്നത്? ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അതൊന്ന് കണ്ടിട്ട്, അപ്പാ ഞാൻ പുറകെ വരികയാണപ്പാ, നിന്റെ പുറകെ വരികയാണെന്ന് ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞേ. ഞാനത് കാണുകയാണ്, ആത്മാവിൽ ഞാൻ കാണുകയാണ്. ആ വിഷയങ്ങളിൽ കർത്താവിനാൽ പരിഹാരമുണ്ടാകുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ജീസസ് ലാ റാബ ഷേഖെ തേരെ ബോ ഷംതേ ലേ ബോ റോഷ സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കം, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ജപ്തിയല്ല, മറ്റെന്തോ ഒരു കാര്യം കൊണ്ട് വീട് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഏതോ ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള 2 വ്യക്തികൾ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവ് ഞാൻ കാണുകയാണ്, കൈ ഇപ്പോൾ ഒന്ന് നീട്ടി കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ കുടുക്കുകളെ കർത്താവ് അഴിച്ച്, ആർക്കും അഴിക്കാൻ പറ്റാത്ത പോലെ നിങ്ങൾക്കും അതിന്റെ ഒരു സൊല്യൂഷൻ ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ കർത്താവ് ഒരു സൊല്യൂഷൻ തന്ന് ആ ഭവനത്തിനകത്ത് നിങ്ങളെ വീണ്ടും ഉറപ്പിച്ച് താമസിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് ചില സഹോദരിമാർ ഇതുപോലെ കൈകളൊന്ന് നീക്കുമ്പോൾ ഞാൻ കാണുകയാണ്. ഓ ജീസസ്, മദ്യപാനത്തിന്റെ പൈശാചിക ശക്തികൾ ഭവനങ്ങൾക്കകത്തുനിന്ന്,
മക്കളുടെ മദ്യപാനത്തിൽ ഞെരുങ്ങുന്ന ഏതൊക്കെയോ സഹോദരിമാർ, മക്കളുടെ മദ്യപാനമാണ് ഇപ്പോൾ നിങ്ങളുടെ വിഷയം. അതിൽ ഞെരുങ്ങുന്ന ഏതൊക്കെയോ സഹോദരിമാർ കൈകൾ ഇതുപോലെ കർത്താവിന് കൊടുക്കുമ്പോൾ ഞാൻ കാണുകയാണ് അവിടെ കർത്താവ് രശ്മി എന്നൊരു പേര് പരിശുദ്ധാത്മാവൻ എനിക്ക് വെളിപ്പെടുത്തുകയാണ്. കൈ നീട്ടിക്കോ മോളെ, കൈ നീട്ടിക്കോ. മോശ ഒരിക്കൽ ഒരു വടിയെടുത്ത് നീട്ടി. വടി നീട്ടാൻ കർത്താവ് പറഞ്ഞത് നീ വടി നീട്ടടാ, ഞാൻ മുന്നേ പോയി ചെയ്യേണ്ടത് ചെയ്തോളാം എന്നാ. ഇന്ന് ഈ രാവിലെ സമയം നിന്നോട് പറഞ്ഞതനുസരിച്ച് നീ ഒന്ന് നീട്ടിപ്പിടിക്കാമെങ്കിൽ, ആ കൈകൾ നീട്ടിയിരിക്കുന്നവർ അല്പനിമിഷങ്ങൾ ഹാലലൂയ എന്ന് പറഞ്ഞ് ഒരു 10 ഹാലലൂയ എങ്കിലും അല്ലെ അന്യഭാഷയിലൊന്ന് സംസാരിച്ച് എന്തോ ഒരു വിടുതൽ നടക്കുന്ന എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഭവനങ്ങൾക്കകത്ത് എന്തോ ഒരു വിടുതൽ നടക്കുകയാണ്. ജീസസ്, ഇതിൻ്റെ ടെസ്റ്റിമണികൾ വരാൻ പോകുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത 2-3 ആഴ്ചകൾക്കകത്ത് ചില കുടുംബങ്ങൾക്കകത്ത് ട്രെമൻഡസ് ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അതിൻ്റെ ടെസ്റ്റിമണി സംഭവിക്കാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളെ വെറുതെ ഇങ്ങോട്ട് അയച്ചതല്ല. വരണ്ട എന്ന് തീരുമാനിച്ച ചില ആളുകൾ ഇതിനകത്ത് വന്നു ചേർന്നിട്ടുണ്ട്. വരാൻ ഒരു കണക്കിനും സാധ്യമല്ലാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് അതിനെയൊക്കെ വേണ്ടെന്ന് വെച്ച് തരണം ചെയ്തു വന്ന ചില ആളുകൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഇവരെ 2 കൂട്ടരോടും പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവം നിങ്ങളെ ചുമ്മാതെ അയച്ചതല്ല, ദൈവത്തിന്റെ ചില പദ്ധതികൾക്ക് വേണ്ടി ദൈവം അയച്ചതാണ്. യേശു കർത്താവ് വീട്ടിൽ വന്നാലുള്ള പ്രത്യേകത, ആ വീട്ടിലേക്ക് ആളുകൾ ഓടിക്കൂടും. അടുത്തിരിക്കുന്ന ആൾ നോക്കിയിട്ട് പറ, ആളുകൾ കൂടും എന്ന് പറ. പോസ്റ്റർ അടിക്കണ്ട ആളെ കൂട്ടാൻ, നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെയൊക്കെ ബാനർ അടിക്കണ്ട, പിന്നെന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കണ്ട, ഞങ്ങൾ ഇന്ന സ്ഥലത്തോട്ട് വരുന്നേന്നൊന്നും പറയണ്ട. യേശുവിന് ഒരു വീട്ടിലേക്ക് വരാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവനെ കയറാൻ പറ്റുന്ന ഒരു വീടാണോ അവൻ അവിടെ വന്നിരിക്കും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, അവനെ വിളിക്കാൻ ഒത്തിരി കാര്യമൊന്നും ചെയ്യണ്ട, അവന് കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ മതി. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഒരു സ്വാതന്ത്ര്യം കൊടുത്താൽ മാത്രം മതി, അവിടെ എത്തിച്ചേർന്നിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചേ, സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് ചോദിച്ചേ. സ്വാതന്ത്ര്യം കൊടുക്കോ? ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് ആ വീട്ടിലേക്ക് വന്നപ്പം കുറെ ആളുകൾ ഓടിക്കൂടി വന്നു, നിങ്ങൾ വന്നതുപോലെ. പക്ഷെ ആ വന്ന ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തെന്നറിയാമോ? സ്വീകരിക്കാൻ, പിടിച്ചെടുക്കാൻ, പഠിച്ചെടുക്കാൻ അത്രയും ആത്മദാഹമുള്ള, തീക്ഷ്ണതയുള്ള, നമ്മുടെ പാസ്റ്റർക്ക് പറയുന്നത് വെറി പിടിച്ച പോലുള്ള ആളുകളായിരുന്നു അവിടെ വന്നുകൂടിയത്. ഇന്ന് ഈ ഗ്രൂപ്പിൽ പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ, പഠിച്ചെടുക്കാൻ, മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ കൊണ്ടേ പോകത്തുള്ളൂ എന്ന തീരുമാനത്തോടെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങൾ കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ കൊണ്ടേ പോകത്തുള്ളൂ. പുതിയ പിള്ളേരുടെ ഒരു ഭാഷയുണ്ടല്ലോ, നിങ്ങൾ തൂക്കും എന്ന് പറഞ്ഞ പോലെ അല്ലേ? പിള്ളേരുടെ ഭാഷയാണ് തൂക്കും എന്ന് പറഞ്ഞ പോലെ. നമുക്കത് മനസ്സിലാവില്ല ആ ഭാഷയൊന്നും. ഓക്കെ, അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിങ്ങൾ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറ. നിങ്ങൾ കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ജീസസ്. എനിക്കറിയാൻ പാടില്ല, ഞാൻ പ്രസംഗിക്കാൻ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യമുണ്ട്, പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ എന്തൊക്കെയോ വീടുകൾ ചില ആളുകൾ തുറന്നു കൊടുക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. വീടുകൾ തുറക്കുന്നുണ്ട്, വീടുകൾ തുറക്കുകയാണ്. ആത്മാവിൽ ഞാൻ പറയുകയാണ്, വീടുകൾ ഇതാ തുറന്നു വരികയാണ്. ഹല്ലേലൂയ. അവിടെ വന്നു ചേർന്ന ആളുകൾ വിവിധ പ്രശ്നങ്ങളിലൂടെയുള്ള ആളുകൾ, രോഗങ്ങളിലൂടെ പോകുന്ന ആളുകൾ, പ്രതിസന്ധികളിലൂടെ പോകുന്ന ആളുകൾ, ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന ആളുകൾ, ഇവരെല്ലാവരുമാണ് ആ വീട്ടിനകത്ത് വന്നു കൂടിയത്. യേശു ഒരു വീട്ടിൽ വന്നാൽ പ്രശ്നമുള്ളവർക്കുള്ള പരിഹാരം ആ വീട്ടിനകത്ത് വെച്ച് നടക്കും.
ഒന്നുകൂടെ ഞാൻ പറയുക, യേശു ഒരു വീട്ടിൽ വന്നാൽ അവിടെ ഏതൊക്കെ പ്രശ്നക്കാരുണ്ടോ, ഏതൊക്കെ പ്രശ്നക്കാർ കൂടി വരുമോ, ആ വീടുമായി കണക്ട് ചെയ്ത് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, യേശു നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന നിന്റെ സകല ബന്ധുക്കളുടെ ഇടയിലും, സകല മിത്രങ്ങളുടെ ഇടയിലും, സകല സ്നേഹിതന്മാരുടെ ഇടയിലും, സകല അയൽവക്കക്കാരിടയിലും നിന്റെ ഭവനം നിമിത്തം അനുഗ്രഹമുണ്ടായിരിക്കും. വിശ്വസിക്കാമോ? നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് കർത്താവിൽ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പറയുന്നത്, കർത്താവ് യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞത്. യേശു ഒരു വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും മാത്രം അവകാശമുള്ളവനല്ല, ആ വീടുമായി കണക്ട് ചെയ്തിരിക്കുന്ന സകലർക്കുമുള്ള അനുഗ്രഹമാണവൻ. അസൂയില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു വന്നാ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ പൊണ്ടാട്ടിക്കും മാത്രം മതി, വേറെ ആർക്കും വേണ്ടെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, സോറി ബ്രദർ, സോറി സിസ്റ്റർ, അല്ല. നിന്റെ വീട്ടിൽ യേശു വന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നീയുമായി കണക്ട് ചെയ്തിരിക്കുന്നവർക്കുള്ള അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞേ, അബ്രഹാമേ നീ ഒരു അനുഗ്രഹമാണെന്ന് പറ. നീ പോകുന്നിടത്ത് അനുഗ്രഹമാണ്, നീ നിൽക്കുന്നിടത്ത് അനുഗ്രഹമാ, നിന്റെ വീടൊരു അനുഗ്രഹമാണ്. യേശു വന്നു കഴിഞ്ഞാൽ നിന്റെ വീടൊരു അനുഗ്രഹമാണ്. Hallelujah, praise God. ചില ആളുകൾ അവിടെ വന്ന് ചേർന്നത് യേശുവിനെ സ്വീകരിക്കാനാണെങ്കിൽ, ചില ആളുകൾ അവിടെ വന്ന് ചേർന്നത് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, യേശുവിനെ വിമർശിക്കാൻ വേണ്ടി പരീശന്മാർ അവിടെ എത്തിച്ചേർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ ഒരിക്കലും മാനിക്കാത്ത, അല്ലെങ്കിൽ ഭാഗികമായി മാത്രം യേശുവിനെ മാനിച്ചുകൊണ്ടിരുന്ന, ഒട്ടുമേ മാനിക്കാത്ത ഇങ്ങനെ വലിയ കാറ്റഗറിയിലുള്ള ആളുകൾ അവിടെ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ യേശുവിന് അത് പ്രശ്നമല്ല. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാൽ ദൈവിക അടയാളങ്ങൾ നടത്തുന്ന കർത്താവ് ചില അടയാളങ്ങൾ അവിടെ ചെയ്തു. പിന്നൊരു കാര്യം കൂടെ പറയാം, യേശു വന്ന വീട് നിറയും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, യേശു വന്ന വീട് നിറയും. അത് ആത്മീകമായിട്ടുള്ള സകല നന്മ കൊണ്ട് നിറയും. സമാധാനമാണോ നിന്റെ വീട്ടിൽ വേണ്ടത്? സമാധാനം കൊണ്ട് നിറയും. സന്തോഷമാണോ നിങ്ങളുടെ വീട്ടിൽ വേണ്ടത്? സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. സമൃദ്ധിയാണോ വേണ്ടത്? നിറഞ്ഞിരിക്കും. അഭിവൃദ്ധിയാണോ വേണ്ടത്? നിറഞ്ഞിരിക്കും. ജ്ഞാനമാണോ വേണ്ടത്? നിറഞ്ഞിരിക്കും. പ്രാർത്ഥനയാണോ വേണ്ടത്? നിറഞ്ഞിരിക്കും. ആരാധനയാണോ വേണ്ടത്? നിറഞ്ഞിരിക്കും. യേശു വന്ന നിറഞ്ഞിരിക്കും. പറഞ്ഞേ, കൈ ഉയർത്തിട്ട് പറഞ്ഞേ, യേശു വന്ന നിറഞ്ഞിരിക്കും എന്ന് പറ. വീട്ടിനകത്ത് യാതൊരുവിധ ഫർണിച്ചറുകളോ നല്ല ഗൃഹോപകരണങ്ങളോ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഒന്നാമത് നിന്റെ വീട്ടിൽ യേശു വന്നാൽ ആത്മീകമായ കാര്യങ്ങൾ കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കും. അത് വന്നാ പിന്നെ എല്ലാമായി. ഫ്രിഡ്ജ് വേണോ, വാഷിംഗ് മെഷീൻ വേണോ, ഇതൊക്കെ ചുമ്മാ ചില്ലി കുഞ്ഞു കാര്യമല്ലേ. ആദ്യം വരേണ്ടത് യേശുവാ. യേശു വന്നാൽ അവനോടൊപ്പം വരേണ്ട ആത്മീക നന്മകൾ വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനോടുകൂടെ ഭൗതികമായ കാര്യങ്ങൾ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ പുറകെ അത് വന്നുകൊള്ളും. ഹല്ലേലൂയ. എത്ര വാഷിംഗ് മെഷീൻ വേണമെന്ന് പിന്നെ കണക്കങ്ങ് പറഞ്ഞാൽ മതി. അതുപോലെ വളരെ എന്താ പറയാ, പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്ന, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ ചപ്പാണല്ലോ, ചവറാണല്ലോ, എത്ര സിമ്പിൾ ആണല്ലോ, ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്ന് തോന്നുന്ന തലത്തിലേക്ക് യേശു വന്നാൽ ആത്മീക നന്മകളെ സ്വീകരിക്കുവാനുള്ള മനസ്സിനെ നമ്മളൊന്ന് തുറന്നു വെക്കണം. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് യേശു കർത്താവ് എൻ്റെ ഭവനത്തിനകത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു നിറവിൻ്റെ അനുഭവം, നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. സമാധാനം വേണ്ട ആരെങ്കിലും ഉണ്ടോ? സന്തോഷം വേണ്ട ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അത് പറയുവാൻ തുടങ്ങിയാൽ, കർത്താവേ ഞാനത് സ്വീകരിക്കുകയാണ് കർത്താവേ. യേശു വന്നു കഴിഞ്ഞാൽ പഴയ ഇപ്പൊ പുതിയതായിട്ടൊക്കെ നിറയുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, യേശു വന്നു കഴിഞ്ഞാൽ പഴയതെല്ലാം തന്നെ ഓടിപ്പോവുകയും ചെയ്യും.
പഴയത് കാണത്തില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ, ബാക്കി പറ, അവൻ പഴയ ആണോ? പഴയ സൃഷ്ടിയാണോ? പുതിയ സൃഷ്ടി. ബാക്കി എന്താന്ന് പറയൂ? പഴയത് കഴിഞ്ഞു പോയി. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, യേശു വന്നാൽ നമ്മൾ പുതിയതാകും, നമ്മളിലെ പഴയത് ഇല്ലാതെയായി പോകും. ഒന്നുകൂടെ പറഞ്ഞ, യേശു വന്നാൽ നമ്മൾ പുതിയതാകും, നമ്മളിലെ പഴയത് ഇല്ലാതെയായി പോകും. അപ്പൊ പഴയത് പോയാലേ പുതിയതാകത്തുള്ളൂ കേട്ടോ. യേശു വന്നാൽ പഴയതെടുത്ത് ദൂരെ കളയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും നമ്മൾ കാണിക്കണം, എന്നാലേ പുതിയതാകത്തുള്ളൂ. പണ്ടാരാണ്ടും പറഞ്ഞ പോലെ നമ്മുടെ പഴയ കാലത്തൊക്കെ പറയില്ലേ, കക്ഷത്തിലിരിക്കുന്നത് കളയേമില്ല, ഉത്തരത്തിലെടുക്കുന്നത് വേണോ. അതായത് ഇവിടെ ഒരെണ്ണം വെച്ചേക്കുവാ, ഒന്നില്ലെങ്കിൽ ഇത് കളയണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ പഴയത്, ഈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, വിട്ടുകൊടുക്കത്തില്ല, ഞാൻ തന്റെ രാജ്ഞിയായിട്ട് വാഴും, അങ്ങ് വയസ്സ് 90 ഈ വീട്ടിലെ മഹാറാണി മഹാരാജാവ് ഞാൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ടുകളയാതെ ഇങ്ങനെ കക്ഷത്തിലെടുത്ത് വെച്ചിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഇതിനെ എടുത്ത് കളയാൻ തീരുമാനിച്ചാലേ ദൈവത്തിന് നിന്നെ ഒരു പുതിയതാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും ഈ പഴയതിന് ഭയങ്കര എന്താ പറയാ, പെരുമ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പഴയ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ഒരു സെക്യുലർ ചാനലിൽ നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും. അതിൻ്റെ പോഡ്കാസ്റ്റ് നടന്ന സമയത്ത് അവർ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവരവിടെ ഇട്ടില്ലായിരുന്നു, കുറേ അവർ കളഞ്ഞിരുന്നു. അന്നേരം അവർ ചോദിച്ച, എനിക്കൊരു മെസ്സേജിൽ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, പഴയ തലമുറകൾ വളരെ നല്ലതും പുതിയ തലമുറകൾ ഒരിക്കലും ശരിയല്ലെന്ന് നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ആളുകൾ കൂടുതൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പുതിയ തലമുറയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ വീര്യം കുറച്ച് കൂടുതലായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയുമ്പോൾ പഴയ വീഞ്ഞിനാണ് വീര്യം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പുതിയ തലമുറ കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ വീര്യം കുറച്ചും കൂടെ കൂടുതലാണ്. ഹല്ലേലൂയ. കാരണം അവർക്ക് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഴയതിനെ പലതും എപ്പോഴും പിടിച്ചു വെക്കുന്ന ഒരു ശീലമില്ല. എപ്പോഴും പുതിയത് വേണം, എപ്പോഴും പുതിയത് വേണം. 10 മിനിറ്റ് വരണം കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ അത് പറ്റത്തില്ല, അടുത്ത വേറെ വേണം. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ 2 വർഷമോ 3 വർഷമോ അതൊക്കെ കളിച്ചതിന് ശേഷം ഇനി നമ്മുടെ കൊച്ചിനും കൂടി കൊടുക്കാന്ന് ഓർത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർ അത് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത കളിപ്പാട്ടം എവിടെ എന്നവർ ചോദിക്കും. കാരണം അവർക്ക് പഴയതിനോട് അധികം താല്പര്യമില്ല. ആ സ്വഭാവം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം പഴയതിൽ പിടിച്ചു തൂങ്ങാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പുതിയതിലേക്ക് കയറാൻ അവർ താല്പര്യപ്പെടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കാലാകാലങ്ങളിൽ വരുത്തപ്പെടുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സമൂഹത്തിലും ദൈവരാജ്യത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എന്റെ മുന്നിലിരിക്കുന്ന ഈ തലമുറയ്ക്ക് സാധ്യമായി തീരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, പഴയതൊത്തിരി പറയണ്ടെന്ന് പറ. പഴയതൊത്തിരി പറയണ്ടെന്നേ. പഴയ നിയമം മാറ്റി ദൈവം പുതിയ നിയമം ഉണ്ടാക്കിയില്ലേ? പഴയ ഉടമ്പടിയെ മാറ്റി ദൈവം പുതിയ ഉടമ്പടി ഉണ്ടാക്കിയില്ലേ? ഇനി പഴയതിന്റെ കണക്ക് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ വലിയ വേരുകൾ എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ പൊളിച്ച് തകർത്ത് കളഞ്ഞിട്ട് പുതിയ വീഞ്ഞിന്റെ അനുഭവത്തിലേക്ക്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, പഴയത് മാറ്റിയാലേ പറ പുതിയതുണ്ടാകത്തുള്ളൂ, പഴയത് മാറിയാലേ പുതിയ വ്യക്തിത്വമായി തീരുകയുള്ളൂ. എത്ര പേർ ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. യേശു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ആ വീടിന്റെ വിശ്വാസം അങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. ആ വീട്ടുകാരുടെ മുഴുവൻ വിശ്വാസം, ആ വീട്ടിൽ വന്ന എല്ലാവരുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, യേശു നിന്റെ വീട്ടിൽ വന്നാൽ എല്ലാവരുടെയും വിശ്വാസം ഒരേ വിശ്വാസമായി തീരും. എത്ര പേര് ആമേൻ പറയും? ഒന്നുകൂടെ അടുത്തിരിക്കുന്നത്, യേശു നിന്റെ വീട്ടിൽ വന്നാൽ എല്ലാവരും യേശുവിൽ വിശ്വസിക്കും. ശരിയല്ലേ? ആ വീട്ടിൽ വന്നു ചേർന്ന ആളുകളെല്ലാം പല വിശ്വാസക്കാരായിരുന്നു. അവർക്കൊരൊറ്റ വിശ്വാസമേ ഉള്ളായിരുന്നു. ആരാണ്? യേശു ദൈവപുത്രൻ. ഈ ദൈവപുത്രനിലൂടെ അത്ഭുതങ്ങൾ നടക്കും. ആ അത്ഭുതങ്ങൾ പ്രാപിക്കാനും കാണാനും സ്വീകരിക്കാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ ആ വീട്ടിനകത്ത് വന്നു കൂടിയത്. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, യേശു നിന്റെ വീട്ടിൽ വന്നാൽ
വിശ്വാസമുയരും എന്ന് വെച്ചാൽ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷമായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ വിശ്വാസത്തിന്റെ തോത് വർദ്ധിക്കാൻ പോകുകയാണ്. വിശ്വാസത്തിന്റെ ഗ്രാഫ് വർദ്ധിക്കാൻ പോകുകയാണ്. ചെറിയ കാര്യങ്ങളിൽ മാത്രം വിശ്വാസം ഉൾക്കൊണ്ടിട്ട് അതിൽ മാത്രം മറുപടികൾ കണ്ടും അതിൽ മാത്രം അത്ഭുതങ്ങൾ കണ്ടും മാത്രം ഇരുന്ന ചില ആളുകൾ വലിയ കാര്യങ്ങൾ വിശ്വസിച്ച് വലിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഒന്ന് കൈയൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ വിശ്വാസം പോലെ അല്ല കർത്താവ്, അതിനേക്കാൾ ഉയർന്ന ഒരു വലിയ വിശ്വാസം എൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഉണ്ടാകട്ടെ. കൈകൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഒരു വലിയ വിശ്വാസം ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും യേശുവിൽ തന്നെ വിശ്വാസം കാണില്ല. ഇപ്പോൾ പ്രാർത്ഥിച്ച കർത്താവേ, എല്ലാവർക്കും യേശുവിലുള്ള ഉറച്ച ഒരു വിശ്വാസം. Hallelujah. Oh Jesus Lord. Hallelujah. നോക്കൂ, വിശ്വാസം ഒരാളിൽ ഉരുവായി കഴിഞ്ഞാൽ ആ വിശ്വാസത്താൽ കാര്യം നടപ്പാക്കാൻ വേണ്ടി എന്തു വഴിയും നോക്കും. തിരിച്ചറിഞ്ഞില്ലെന്ന് എനിക്കൊന്നു. ഒരിക്കൽ കൂടെ അതിന് ഉദാഹരണം ഞാൻ പറയാം. ആ വീട്ടിനകത്ത് 4 പേർ ഒരു തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് അകത്ത് വന്നു. അവരുടെ അകത്തേക്ക് ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ, യേശു വന്ന വീട്ടിൽ കയറിയപ്പോൾ തന്നെ അവരുടെ അകത്ത് വിശ്വാസം എന്ത് ചെയ്തു? കുതിച്ചുയർന്നു. വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത പടി ആ വിശ്വാസത്തിന്റെ ഉണർവ്, വിശ്വാസത്തിന്റെ വിടുതൽ, വിശ്വാസത്തിന്റെ അത്ഭുതം പ്രാപിക്കാൻ വേണ്ടി എന്തും പൊളിക്കാൻ അവർ തയ്യാറായി. ഇതാ വീടിന്റെ മേൽക്കൂര അവർ പൊളിച്ചു കളഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിന്റെ വീട്ടിൽ വന്നാൽ വിശ്വാസം ഉയരും. വിശ്വാസം ഉയർന്നാൽ ഏത് മതിലുകളെയും ആ വിശ്വാസം പൊളിക്കും. വിശ്വാസത്തിന്റെ പ്രത്യേകത അതാണ്. അത് പാരമ്പര്യത്തിന്റെ മതിലുകളെ പൊളിക്കും, വിദ്വേഷത്തിന്റെ മതിലുകളെ പൊളിക്കും. എത്ര പേർ ആമേൻ പറയും? അവിശ്വാസത്തിന്റെ മതിലുകളെ പൊളിക്കും, സംസ്കാരത്തിന്റെ മതിലുകളെ അത് പൊളിക്കും. വിശ്വാസത്തിൽ യേശു വീട്ടിലേക്ക് വന്ന് ആ വിശ്വാസം ഏറ്റെടുത്തപ്പോഴാണ് ചിലതിനൊക്കെ പൊളിച്ച് പുറത്തു കടക്കാൻ ചില ആളുകൾക്ക് ധൈര്യമുണ്ടായത്. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, മതിലുകൾ പൊളിക്കുന്ന, മേൽക്കൂരകൾ പൊളിക്കുന്ന ഒരു വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തി യേശു വന്ന ചില വീടുകളിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. മതത്തിന്റെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, മതാധിപത്യങ്ങളുടെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ സമൂഹത്തിന്റെ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, പാരമ്പര്യങ്ങളുടെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, കുടുംബങ്ങൾക്കകത്തുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, യേശു നിന്റെ അകത്ത് വന്നാൽ, നിന്റെ വീട്ടിൽ വന്നാൽ, വിശ്വാസമുണ്ടായാൽ തടസ്സങ്ങളെ നീ തന്നെ പൊളിക്കും. ആളെ നോക്കിട്ട് പറ, തടസ്സം പൊളിച്ചില്ലേ പറ. ആ വെറുതെ ചുമ്മാ നിക്കാന്നേ ഉള്ളൂ എന്ന് പറ. ചുമ്മാ നിക്കാന്നേ ഉള്ളൂ. തടസ്സം പൊളിക്കാതിരുന്നെങ്കിൽ ആ മേൽക്കൂരയുടെ മുന്നിൽ ചുമ്മാ നിന്ന് യേശുവിന്റെ ശബ്ദവും കേട്ട് യേശുവിന്റെ പാട്ടും കേട്ട് ഇവിടത്തെ കാര്യവും കണ്ട് തിരിച്ചു പോകാന്നേ ഉള്ളൂ. മതില് പൊളിക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ഞാൻ ഉറക്കെ വീണ്ടും ധൈര്യ സമേതം പറയുകയാണ്, നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, സാധാരണ വിശ്വാസമല്ല, അസാധാരണ വിശ്വാസം എന്ന് പറ. സാധാരണ വിശ്വാസം ചുമ്മാ കണ്ടിട്ടങ്ങ് പോകും. എന്നാൽ അസാധാരണ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാൻ വന്നതല്ല, കൊണ്ടേച്ചേ പോകത്തുള്ളൂ. സാധാരണ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിന്നെ എവിടെങ്കിലും കുത്തി ഇതുപോലെ ഇരുത്തും. എന്നാൽ അസാധാരണ വിശ്വാസം എന്നാൽ നിന്നെ മുന്നിലേക്ക് കുതിപ്പിക്കുന്നതായിരിക്കും. തീരുമാനിക്കാം വിശ്വാസത്തിന്റെ തോത് ഏതാണെന്ന്. സാധാരണ വിശ്വാസമാണോ, അസാധാരണ വിശ്വാസമാണോ? എത്ര പേർ പറയും എനിക്ക് അസാധാരണ വിശ്വാസമാണെന്ന്? അസാധാരണ വിശ്വാസമാണെങ്കിൽ കൈകൾ ഉയർത്തി ഒന്നുറക്കെ വിളിച്ചു പറഞ്ഞേ, അസാധാരണ വിശ്വാസം. വിശ്വാസത്തിന് ഒരിക്കൽ യേശു കർത്താവ്
എവിടെയോ ഏത് ഭാഗത്താണ്, പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നത് അവൻ അവരുടെ വിശ്വാസം കണ്ടിട്ട്, വായിച്ചിട്ടുണ്ടോ? അവൻ അവളുടെ വിശ്വാസം കണ്ടിട്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അങ്ങനെ? അപ്പോ നിങ്ങളുടെ വിശ്വാസത്തെ കർത്താവിനെ കാണാൻ പറ്റുന്ന മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? വിശ്വാസത്തെ കർത്താവിന് കാണാൻ പറ്റും. കർത്താവിന് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ അത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഇട്ടുകൊണ്ട് വന്ന കമ്മലല്ല കർത്താവ് നോക്കുന്നത്, ഇട്ടുകൊണ്ട് വന്ന സാരി അല്ല നോക്കുന്നത്, രാവിലെ തന്നെ കുറെ പുട്ടിയൊക്കെ അടിച്ചിട്ടാ വന്നെങ്കിൽ അതും അല്ല കർത്താവ് നോക്കുന്നത്, നിങ്ങളടിച്ച പെർഫ്യൂമും അല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. അവൻ അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവൻ അവളുടെ വിശ്വാസം കണ്ടിട്ട്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, കർത്താവിന് വിശ്വാസത്തെ കാണാൻ പറ്റും. നിന്റെ വിശ്വാസത്തെ കാണാൻ പറ്റും. കൈകളൊന്ന് ഉയർത്തിയിട്ട്, കർത്താവേ നിനക്കെന്റെ വിശ്വാസത്തെ കാണാൻ പറ്റും. പക്ഷെ നീ കാണുമ്പോൾ ഈ വിശ്വാസം ഒരു സാധാരണ വിശ്വാസമായിട്ടാണോ കാണുന്നത്, അതോ ഒരു അസാധാരണ വിശ്വാസമായിട്ടാണോ കാണുന്നത്? കർത്താവിനോടൊന്ന് ചോദിച്ചേ, ഒരു സാധാരണ വിശ്വാസമാണോ? Oh Jesus Lord. ഒരു യഥാർത്ഥ വിശ്വാസം അത് മുന്നോട്ട് കുതിക്കുന്ന വിശ്വാസമാണ്. ഒരു യഥാർത്ഥ വിശ്വാസം അത് തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതാണ്. ഒരു യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് അസാധ്യമായ കാര്യങ്ങളുടെ നടുവിലും മുന്നിലേക്ക് ഓടിപ്പോകുന്നതാണ് വിശ്വാസം. ഒരു യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് തടസ്സങ്ങൾ എത്ര നേരിട്ടാലും പോകാതെ ആ കനാന്യ സ്ത്രീയെ പോലെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസം എന്ന്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന് കർത്താവ് പറഞ്ഞത്. ഒരു യഥാർത്ഥ വിശ്വാസം ആളുകളൊക്കെ എത്ര തടസ്സപ്പെടുത്തിയാലും, ഓ കർത്താവേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാൻ ആരൊക്കെ പറഞ്ഞപ്പോഴും അതിനെയൊന്നും നോക്കാതെ അതിനെയൊക്കെ അലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ച ഭക്തിമായി. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി, കർത്താവേ എന്റെ വിശ്വാസം അത് യഥാർത്ഥ വിശ്വാസമായി തീരട്ടെ അപ്പാ. ഓ ജീസസ്. ആ വീട്ടിൽ യേശു വന്നപ്പോൾ ആ വീട്ടിനകത്ത് യേശു അവിടുത്തെ പാപത്തെയാണ് കൈകാര്യം ചെയ്തത്. കാരണം ആ വ്യക്തി പ്രാർത്ഥിക്കാൻ ആ വ്യക്തിയെ മുന്നിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ നടുവിൽ നിർത്തി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ടപ്പോഴാണ് പരീശന്മാർക്കെല്ലാം ഭയങ്കരമായ ദേഷ്യമുണ്ടായത്. പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നത്. യേശു വന്നാൽ ആ വീട്ടിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നീഡ് അത് പരിഹരിക്കപ്പെട്ടിരിക്കും. ഏതൊരു വ്യക്തിയുടെയും സാധാരണ പറയുന്ന കാര്യം ഫെൽറ്റ് നീഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നീഡ് എന്ന് പറയും. ഫെൽറ്റ് നീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണം, പിന്നെന്താ വസ്ത്രം തുടങ്ങിയ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ബന്ധങ്ങളിൽ വേണ്ട കാര്യങ്ങൾ, നമ്മുടെ മാനസികമായ തലത്ത് വേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഫെൽറ്റ് നീഡാണ്, നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ അത്യാവശ്യങ്ങളെ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അത് കർത്താവ് നമ്മുടെ പാപത്തെ മോചിക്കുമ്പോൾ വരുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. യെസ്. ഇന്ന് ഒരു നിമിഷം കൂടെ കൈകൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, യെസ്, യേശു കർത്താവ് ആ വീട്ടിൽ വന്നപ്പോൾ മറ്റൊരത്ഭുതം കൂടെ അവിടെ സംഭവിച്ചു. അവിടെ ആ വ്യക്തി തളർന്നു കിടന്ന വ്യക്തിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കുക, കിടക്കയെടുക്കുക, നടക്കുക. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളെ ഇതുവരെ കൊണ്ട് നടന്ന ചില കാര്യങ്ങളുണ്ടാകാം. വേദനയുടെ, ഞെരുക്കത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, രോഗത്തിൻ്റെ, കടത്തിൻ്റെ, അല്ലെങ്കിൽ ശാപങ്ങളുടെ ആ വെയിറ്റ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, അതിനെ എടുത്ത് നടക്കുന്ന തലത്തിൽ ഒരിക്കൽ നിന്നെ നിയന്ത്രിച്ച കാര്യങ്ങൾ, ഒരിക്കൽ നിന്നെ കിടത്തിക്കളഞ്ഞ കാര്യങ്ങൾ, ഒരിക്കൽ നീ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് താത്തുവെച്ച കാര്യങ്ങൾ, ഇതൊക്കെ
നിന്റെ ജീവിതത്തിൽ നീ അതിനെ ചുമക്കുന്ന, നീ അതിനെ വഹിക്കുന്ന, നീ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് യേശു വന്നാൽ നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. എന്ന് വെച്ചാൽ ഇതുവരെ നിന്നെ വേദനിപ്പിച്ച കടഭാരത്തിന്റെ, വേദനയുടെ, രോഗത്തിന്റെ ഞരക്കങ്ങളിലൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ യേശു വന്നാൽ അത് കർത്താവ് നിന്നെ സൗഖ്യമാക്കും. രണ്ടാമതായിട്ട് അതേ പ്രശ്നമുള്ള പ്രശ്നക്കാരെ സൗഖ്യമാക്കാനുള്ള വരം കൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എന്ത് കിടക്കയിലാണോ കിടന്നത്, ആ കിടക്ക നാളെ നിങ്ങളുടെ ടെസ്റ്റിമണി ആയിരിക്കും. നിങ്ങൾ എന്ത് പ്രയാസമാണോ ചുമന്നത്, അത് നാളെ നിങ്ങളുടെ ധൈര്യമായിട്ടുള്ള സാക്ഷ്യമായിരിക്കും. കൈകൾ ഉയർത്തി വലിയ ഹല്ലേലൂയ. ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ കിഡ്നികൾക്ക് പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യാ. വേറെ ആരെങ്കിലും ഉണ്ടോ? കിഡ്നികൾക്ക് പ്രോബ്ലം ഉള്ള ആരെങ്കിലും അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് പ്രാർത്ഥിച്ചപ്പോൾ വ്യക്തമായി കർത്താവ് പറഞ്ഞു, അവിടെ ഒരു വലിയ സൗഖ്യം നടക്കാൻ പോവുക. കൈകൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാൽ ഇതിനകത്ത് ഹീലിംഗ് ഏഞ്ചൽസ് മൂവ് ചെയ്യുന്നുണ്ട്. ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഭയങ്കരമായി രോഗസൗഖ്യം ദൈവത്തിൽ നിന്ന് കൊണ്ടുവരുന്ന രോഗസൗഖ്യത്തിൻ്റെ ശുശ്രൂഷകരായി ഇതിന് മധ്യത്തിൽ പരിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഇതിനകത്തുണ്ട്. എത്ര പേർക്കൊരു സ്പർശനം ആവശ്യമാണ്? കൈകൾ നന്നായി ഉയർത്തി. നിങ്ങളുടെ തൊണ്ടയിൽ എത്ര ശബ്ദമുണ്ടോ അത്രയും ഉച്ചത്തിൽ യേശുവേ എന്ന് വിളിച്ചാൽ ഹീൽ, 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 ഹീൽ. ആ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആ നാമത്തിൽ സൗഖ്യമാകട്ടെ. Be healed in Jesus' name. Be healed in Jesus' name. Be healed in Jesus' name. അടിപ്പിണറുകളാലുള്ള സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. Be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ട്യൂമറുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. കുടലിനകത്തുള്ള കുരുക്കൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അൾസറുകൾ സൗഖ്യമാകട്ടെ in the name of Jesus. മെന്റൽ ഇൽനസ് സൗഖ്യമാകുന്നു, മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കൈകളെ ഉയർത്തി ഉറക്കെ വിളിക്കാം, യേശുവേ. കുഞ്ഞുങ്ങളിൽ സൗഖ്യം നടക്കുക, കുഞ്ഞുങ്ങളിലുള്ള ആസ്മ രോഗം സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ. സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളിലുള്ള അലർജി സൗഖ്യമാകുന്നു. ഇവിടെ സന്നിഹിതരല്ല, ഇവിടെ വന്നിട്ടില്ല, അങ്ങനെയുള്ള ചിലർ, വീടുകളിൽ ഇരിക്കുന്നവർ, ആശുപത്രികളിൽ ഇരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിന് പ്രയാസമായി കഴിഞ്ഞ 3 മാസമായി ചികിത്സയിലിരിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. പല ചികിത്സാ മുറകൾ കഴിഞ്ഞു. ഇന്നാലിതാ യേശുവിന്റെ ചികിത്സാ മുറ ഇന്ന് നിന്റെ ശരീരത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. നാവിന് പ്രയാസമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു. നാവിൽ എന്തെങ്കിലും പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കുകയാണ് in the name of Jesus. അതുപോലെ കൈയുടെ ഇവിടെ സ്റ്റിഫായിട്ട് ഉയർത്താൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉയർത്തിക്കോ. ലൂസ് ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്ന, ഛർദി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം നടക്കട്ടെ. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി തന്നെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗസൗഖ്യം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ യേശുവിനോട് പറഞ്ഞാൽ, ഇന്നിവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു മൂവ്മെന്റ് ആരംഭിക്കുക, ഒരു ഉണർവ് ഇവിടെ ആരംഭിക്കുക, വർധനവ് ഇവിടെ ആരംഭിക്കുക. സഭകൾ വർദ്ധിച്ച് പെരുകാൻ പോകുക, ആത്മാക്കൾ പെരുകാൻ പോകുക. സാക്ഷ്യങ്ങൾ ഇതിനകത്ത് ഉളവാകുകയാണ്, സാക്ഷ്യങ്ങൾ ഉളവാകും.
യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ബ്ലീഡിംഗ് മൂലം വളരെ ബുദ്ധിമുട്ടുന്ന ചില സഹോദരിമാർ വയറിൽ കൈവെക്കുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രായന യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണുകൾക്ക് പ്രയാസമുള്ളവർ കണ്ണിൽ കൈവയ്ക്കുക. കാഴ്ചക്കുറവോ ഡബിൾ വിഷനോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടോ യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണുകളിൽ ഇപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളിൽ സൗഖ്യം ഉണ്ടാകട്ടെ. കാതിന് പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാതിൽ നിന്ന് പഴുപ്പ് വരുന്നു, വെള്ളം ഒഴുകുന്നു, കൈകൾ വയ്ക്കാം. യേശുവിൻ്റെ നാമത്തിൽ കാതുകൾ സൗഖ്യമാകട്ടെ. കേൾവിക്കുറവുള്ള കാതുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ നട്ടെല്ലിന് പ്രയാസമുള്ളവർ, ജോയിന്റുകൾക്ക് വേദനയുള്ളവർ കൈകൾ ഉയർത്തി പിടിക്കാമോ? പ്രത്യേകിച്ച് ഈ ഹോളിൻ്റെ ആ ക്യാമറയ്ക്ക് ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് വലിയ ചില സൗഖ്യങ്ങൾ ആ ഭാഗത്ത് നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സൊറായസിസ് പോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ഷുഗർ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഡയബറ്റീസ് മാറിപ്പോകട്ടെ. ഈ മരുന്ന് കുപ്പി വീട്ടിൽ നിന്ന് മാറുന്നില്ല, മരുന്ന് മാറുന്നില്ല, അങ്ങനെയുള്ള കുടുംബങ്ങൾ കൈ ഉയർത്തിക്കോ. യേശുവിൻ നാമത്തിൽ ആ കുടുംബത്തിലെ എല്ലാ വ്യക്തികളിലേക്കും രോഗസൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ യേശുവിന് നന്ദി പറയാം. വാ തുറന്ന് നന്ദി പറയാം. നന്ദി യേശുവേ. ഉറക്കെ പറയാം, നന്ദി യേശുവേ. കുറച്ചുകൂടെ ഉറക്കെ, നന്ദി യേശുവേ. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ, താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. പറ, ഉറക്കെ പറ, ഉറക്കെ പറ. പേരക്കുട്ടികളിൽ വരെ സൗഖ്യം നടക്കുന്നു. ഏതൊക്കെയോ വീടുകളിൽ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ.